നീറ്റ് പരീക്ഷയിൽ മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മാർക്കുകൾ പ്രസിദ്ധീകരിക്കണമെന്ന് NTOയോട് നിർദ്ദേശിച്ചിരിക്കുന്നു സുപ്രീം കോടതി. വിദ്യാർത്ഥികളുടെ റോൾ നമ്പർ മറച്ച പരീക്ഷാ കേന്ദ്രം അടിസ്ഥാനത്തിൽ ഫലം പ്രസിദ്ധീകരിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. പരീക്ഷയുടെ പവിത്രത വലിയ തോതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പുനഃപരീക്ഷ നടത്തിയാൽ മതിയെന്നും സുപ്രീം കോടതി പറയുന്നു. പരീക്ഷാ കേന്ദ്രം തിരിച്ചുള്ള ഫലപ്രസിദ്ധീകരണത്തിലൂടെ ഗ്രേസ് മാർക്ക് ലഭിച്ചവരുടെ ഉൾപ്പെടെ വിവരങ്ങൾ മനസ്സിലാക്കാമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും ചോർന്നു കിട്ടിയ ചോദ്യപേപ്പറിന്റെ ഗുണഭോക്താക്കളെ എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നു. ഇന്ന് ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി എത്തുന്നത് സഞ്ജീവ് PS SFIയിൽ നിന്നും, അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസ് നേതാവ്, പ്രിജു മഹാദേവ BJP നേതാവ് എന്നിവരാണ്. ആദ്യം സഞ്ജീവിലേക്ക്. സഞ്ജീവ്, ഈ സംസ്ഥാന തലങ്ങളിലെ പരീക്ഷ വേണ്ട, ഒറ്റ പരീക്ഷ മതി എന്നുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷാ നടത്തിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രം സമ്മതിക്കുക എന്നുള്ളത് എത്രമാത്രം ശ്രമകരമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ വലിയ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി പറയുന്നു ഈ ഫലം പൂർണ്ണമായും പ്രസിദ്ധീകരിക്കണം എന്ന്. അതായത് പരീക്ഷാർത്ഥികളുടെ അല്ലെങ്കിൽ കക്ഷിക്കാരുടെ, സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയ ആളുകളുടെ വാദത്തിന് അവരുടെ സംശയത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് തെളിയിക്കുന്നതാണോ കോടതിയുടെ ഈ നിരീക്ഷണം? ഇന്ന് സുപ്രീം കോടതിയുടെ ചില ചോദ്യങ്ങളാണ് വളരെ വിചിത്രമായി എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ ചോദ്യം, ഹൗ ഗ്രേസ് മാർക്സ് അലോട്ടഡ് ആൻഡ് അതിൽ എത്ര പേര് ഗ്രേസ് മാർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേര് അത് ടോപ്പ് ചെയ്തിട്ടുണ്ട്, ഇതായിരുന്നു ഒരു ചോദ്യം. ഹൗ ഗ്രേസ് മാർക്ക് അലോട്ടഡ് ആൻഡ് ഹൗ മെനി ഓഫ് ദം ടോപ്പ്. മറ്റൊന്ന്, ഹൗ പേപ്പർ ലീക്ക് സിസ്റ്റമാറ്റിക്കലി. മറ്റൊന്ന്, എനി ഡാറ്റ ഫോർ സ്റ്റുഡൻസ് ചേഞ്ചിങ് സെന്റേഴ്സ്. ഈ മൂന്ന് ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന സുപ്രീം കോടതി ഇന്ന് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളെയും കണ്ടിരിക്കുന്നത് കേവലപരമായി ആകെ എത്ര സീറ്റുകൾ ഉണ്ട് രാജ്യത്തെന്നും എത്ര കുട്ടികൾ അതുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി പരീക്ഷ എഴുതി. അപ്പൊ ആകെ 1,08,000 സീറ്റ് എങ്ങാനേ ഉള്ളൂ. എന്നാൽ 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ട്. എത്ര പേർക്ക് ഇതിന്മേൽ പരാതി ഉണ്ട് എന്നാണ് മറ്റൊരു ചോദ്യം. എത്ര പേർക്ക് ഈ പരാതി ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പരാതിയുമായി ബന്ധപ്പെട്ട് എത്ര പേര് അപ്പീൽ നൽകി എന്നൊക്കെയാണ് മറുപടി പറയുന്നത്. യഥാർത്ഥത്തിൽ വിഷയം എന്താ? ടെലഗ്രാമിലൂടെ ലീക്ക് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ രാജ്യത്ത് എത്ര പേർക്ക് കിട്ടിക്കാണും? രാജ്യത്തിന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു പൊതുപരീക്ഷ ഇവിടെ പൂർണ്ണമായും അതിന്റെ എല്ലാവിധ മാന്യതയും അതിന്റെ എല്ലാവിധ ഇത്രയായിരുന്നു അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു: നീറ്റ് പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചിട്ടുണ്ടെങ്കിലാണ് പുനഃപരിശോധന എന്നാണ്. പവിത്രത പോയിട്ട് നീറ്റ് പരീക്ഷയുടെ യാതൊരുവിധ തയ്യാറെടുപ്പുകളും യാതൊരുവിധ പരീക്ഷ എന്നുള്ള നിലയിലുള്ള ഒരു വിധത്തിലുള്ള മാന്യതയും പുലർത്താത്ത ഈ തവണത്തെ നീറ്റ് റദ്ദ് ചെയ്യണം തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തവണയും ഇപ്പോഴും പറയാനുള്ളത്. അപ്പൊ നാളെയാണ് വീണ്ടും അതിനെക്കുറിച്ചുള്ള വാദം കേൾക്കുന്നത് എന്നാണ് മനസ്സിലാക്കുക. തിങ്കളാഴ്ച തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിലും ഞങ്ങൾ ഇപ്പോഴും ആശങ്കപ്പെടുന്നത് ഈ 23 ലക്ഷം വിദ്യാർത്ഥികളുടെയും അവരുടെ പഠനത്തെയും ബാധിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ നീറ്റ് റിസൾട്ട് വന്നിട്ടുള്ളത്. കേവലം 5-10 വിദ്യാർത്ഥികൾക്ക് മാത്രം ബാധിച്ചിട്ടുള്ള വിഷയമല്ല. പക്ഷേ സഞ്ജീവ്, നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ഉയർത്തുന്ന ആശങ്കകൾക്ക് ഇനി കോടതിയിൽ നിന്നും എത്രമേൽ പരിഹാരം ഉണ്ടാകുമെന്നൊരു ചോദ്യമുണ്ട്. ഇന്നിപ്പോൾ കോടതി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റാങ്ക് പട്ടികയിൽ ആദ്യത്തെ 1 ലക്ഷത്തിൽ നിന്നും എത്ര പേർ പരാതി ഉന്നയിച്ചിട്ടുണ്ട്? സ്വാഭാവികമായും ഒരാളും പരാതി ഉന്നയിക്കില്ല, അതൊരു കോമൺ സെൻസ് ആണ്. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമായി നിൽക്കുകയാണ്. അതിൽ ആരും പരാതി ഉന്നയിച്ചിട്ടില്ലല്ലോ എന്നൊരു വാദമായി അവതരിപ്പിക്കപ്പെടുകയാണ്. അതെങ്ങനെ ശരിയാകും? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വണ്ണത്തിലാണ് കാര്യം പോകുന്നത്. രാജ്യത്തെമ്പാടും നടന്ന പരീക്ഷയാണ്, ശരിയാണ്. പക്ഷെ 23 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ 23 ലക്ഷം വിദ്യാർത്ഥികൾക്കും കിട്ടി എന്നുള്ളതല്ല, മറിച്ച് എന്താണ് വിഷയം? ഈ പരീക്ഷയുടെ സുപ്രധാനമായിട്ടുള്ള എല്ലാവിധ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ പരീക്ഷ നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ യഥാർത്ഥത്തിലുള്ള റിസൾട്ട് അല്ല പുറത്തു വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ചോദ്യം ഒന്നും കൂടി ഉണ്ടല്ലോ. ഈ ഗ്രേസ് മാർക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉത്തരവില്ല. ഗ്രേസ് മാർക്ക് കൊടുത്തത് എന്തിന്? ആ കുട്ടികൾ ടോപ്പ് ചെയ്തിട്ടുണ്ടോ? ഇതിന് ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കലായി ബാങ്കുകളുടെ കയ്യിൽ, SBI പോലുള്ള ദേശസാൽകൃതമായിട്ട് ഒരു ബാങ്കിലേക്ക് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ലീക്കായി? അതെങ്ങനെയാണ്? ഇതിൽ ചോദ്യമില്ല. മെയ് 3 തൊട്ട് 5 വരെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏത് ഘട്ടത്തിലാണ് ഇത് ലീക്കായത്? ഇത്ര സമയം കിട്ടിയത് എങ്ങനെയാണ്? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് നടന്നിട്ടുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അറിവോടുകൂടി നടന്നിട്ടുള്ള വിഷയമാണ്. അപ്പോൾ എങ്ങനെയാണ്
ടെസ്റ്റിംഗ് ഏജൻസിയുടെ അറിവോട് കൂടി തന്നെ നടന്നിട്ടുള്ള ഒരു വിഷയത്തിൽ പിന്നെ എങ്ങനെയാണ് ആ പരീക്ഷയുടെ റെലവൻസ്, ആ പരീക്ഷ പിന്നെ നിലനിൽക്കുമോ? ഇതാണ് ഞങ്ങൾ ഉയർത്തുന്ന വാദം. സ്വാഭാവികമായിട്ടും 1,08,000 വിദ്യാർത്ഥികൾ ഒരിക്കലും അവര് പരാതി പറയില്ല, അത് ഉറപ്പല്ലേ? കാരണം അവർക്ക് അഡ്മിഷൻ ഉറപ്പാണ്. ഈ 23,00,000 1,08,000 വിദ്യാർത്ഥികൾ പരാതി പറയില്ല. ഇതൊക്കെ ആർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പവിത്രത ഉണ്ടായിട്ടുണ്ടോ, പവിത്രതയിൽ എന്തെങ്കിലും മോശം വന്നിട്ടുണ്ടോ, അതോടൊപ്പം ഈ 1,08,000 പുറമെ എത്ര പേരാണ് പരാതി പറഞ്ഞിട്ടുള്ളത്, ഈ അഡ്മിഷൻ കിട്ടുന്ന ഇത്ര പേരാണ്, അതിന്റെ ഈ 1,08,000 ഇവർ പറഞ്ഞിട്ടുണ്ടോ? ഇത് ശരിയായിട്ടുള്ള ഒരു ചോദ്യമായി തന്നെ എനിക്ക് തോന്നുന്നില്ല, ഞങ്ങളുടെ സംഘടനക്ക് തോന്നുന്നില്ല. കാരണം ഈ 23 ലക്ഷം വിദ്യാർത്ഥികളുടെയും പഠനത്തെയും അവരുടെ ഭാവിയെയും തുലാസിലാക്കുന്ന വിധത്തിലാണ് ഈ രാജ്യത്തിന്റെ നീറ്റ് പരീക്ഷ മാറിയിട്ടുള്ളത്. ഇതില് ഒറ്റ പരിഹാരം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, റീനീറ്റാണ്, വീണ്ടും പരീക്ഷ നടത്തുക എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ ഇവിടെ സംഘപരിവാർ സംഘടനകളുടെ നേതാക്കന്മാർ പറയുന്നത് നിങ്ങൾ കുട്ടികളുടെ പ്രഷർ മനസ്സിലാക്കണം, കുട്ടികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം, ഇത്രയും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയിട്ട് അവസാനം നിങ്ങൾ അവരെ വഞ്ചിക്കുന്ന തരത്തിലാവരുത്. യഥാർത്ഥത്തിൽ വഞ്ചന നടത്തിയത് ഇവരുടെ സർക്കാരല്ലേ, ഇവരുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അല്ലേ? പിരിച്ചുവിട്ട് മറ്റ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതല്ലേ? രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ നടത്തുന്ന പരീക്ഷ കേന്ദ്രീകൃതമാക്കി ഈ രാജ്യത്തെ സാധാരണക്കാരന് പഠിക്കാൻ കഴിയാത്ത മേഖലയായി രാജ്യത്തിന്റെ മെഡിക്കൽ സംവിധാനം മാറ്റിയപ്പോ ഇന്ന് അവിടെ നടക്കുന്നത് കുംഭകോണല്ലേ? അതിന്റെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ കുംഭകോണത്തിൽ പ്രതിയായവരല്ലേ? അപ്പൊ ഇതിനൊന്നും ഉത്തരം പറയാതെ ഇത്തരത്തിലുള്ള കണ്ണിൽ പൊടിയിടുന്ന വാദങ്ങളുമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി ഇതിന്റെ ലാർജർ കോണ്ടെക്സ്റ്റിലേക്ക് കാര്യങ്ങളെ കാണണം എന്നുള്ളതാണ് SFIക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ ഈ എണ്ണത്തിലും ഈ പറഞ്ഞ ആരൊക്കെ പരാതി ഉന്നയിച്ചു എന്നുള്ളത് മാത്രമല്ല കാര്യം, 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷാ പേപ്പർ ചോർത്തപ്പെട്ടു. അതും എങ്ങനെയാണ്? ഇന്ത്യയുടെ സർക്കാരിന് നിയന്ത്രിക്കാൻ പോലും എപ്പോഴും കഴിയാത്ത ടെലഗ്രാമിലൂടെയാണ്. ടെലികോം ഈ പറഞ്ഞ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് പ്രത്യേകം ഇന്ന് ഇറങ്ങുന്ന സിനിമ പോലും പോയി ഇറങ്ങുന്ന പ്ലാറ്റ്ഫോമാണ് ടെലഗ്രാം. ആ ടെലഗ്രാമിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുള്ളത്. അത് ആർക്കൊക്കെ കിട്ടി ആർക്കൊക്കെ കിട്ടിയില്ല എന്ന് ഏത് ഘട്ടത്തിലാണ് ആർക്കാണ് മനസ്സിലാക്കാൻ? സഞ്ജീവ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയത്തിൽ. പ്രിൻറ്റു മഹാദേവ, ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല പ്രത്യേകിച്ചും ടെലഗ്രാമിലൂടെ എന്ന് കോടതിയെ ബോധിപ്പിക്കാനാണ് പ്രധാനമായും ഇന്ന് NTA കേന്ദ്ര സർക്കാരും ഒക്കെ ശ്രമിക്കുന്നത്. പക്ഷെ നോക്കൂ അതിലെ പൊള്ളത്തരം. ഇന്നിപ്പോൾ NTA പറയുകയാണ് ടെലഗ്രാമിലൂടെ ചോദ്യപേപ്പർ ചോർന്നിട്ടേ ഇല്ല എന്ന്. പക്ഷേ ഇതേ NTA തന്നെ കഴിഞ്ഞ സിറ്റിംഗിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. എന്ത്? പരീക്ഷാ ദിവസം രാവിലെ 8 മണിക്ക് മാത്രമാണ് ടെലഗ്രാമിൽ ചോദ്യപേപ്പർ ലഭ്യമായത് എന്ന്. അത് കഴിഞ്ഞ ദിവസത്തെ വാദത്തിൽ NTA തന്നെ പറയുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് NTA പറയുന്നു ടെലഗ്രാമിൽ ചോദ്യപേപ്പർ വന്നിട്ടേ ഇല്ല, വന്നത് തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ് പരീക്ഷയ്ക്ക് ശേഷം. അതിൽ തന്നെ ഇല്ലേ ഇതിന്റെ ഇരട്ടത്താപ്പ് എന്താണ് എന്നുള്ളത്? അല്ല, ഇതിനകത്ത് യാതൊരുവിധ ഇരട്ടത്താപ്പുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെയും NTA ഈ പരീക്ഷ സംബന്ധിച്ചെടുത്തുള്ള എല്ലാ തീരുമാനങ്ങളും വളരെ കൃത്യമാണെന്നാണ് ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ SFIയുടെ പ്രതിനിധി അദ്ദേഹം ഇന്നത്തെ കോടതി വ്യവഹാരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം 1-2 വാക്കുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് കൃത്യമായിട്ട് കോടതി വ്യവഹാരങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടിയിട്ടാണ് ഇന്ന് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ NTAയോടോ യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഇവിടെ പരമോന്നത നീതിപീഠം 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ എത്ര സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് കടക്കാൻ സാധിക്കും. നമുക്കറിയാം ഇതിനകത്ത് നടന്നിട്ടുള്ള ഇപ്പോൾ ഫേക്കായി നിങ്ങൾ പറഞ്ഞ ടെലിഗ്രാം, ആ ടെലിഗ്രാം വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്ന് കൃത്യമായിട്ട് കോടതി വ്യവഹാരങ്ങളിൽ വന്നതാണ്. അതിനകത്ത് മെയ് 5-ാം തീയതിയിൽ വന്നിട്ടുള്ള സമയം 5:40 ആ ടെലഗ്രാമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് അഫിഡവിറ്റിനകത്ത് കോടതി രേഖയിൽ കൊടുത്ത കാര്യമാണ്. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഈ നമുക്കറിയാം മദ്രാസ് IIT പ്രശ്നമുണ്ട്. ടെലഗ്രാമിന്റെ വിഷയത്തിൽ അതാണ് പറയുന്നതെങ്കിൽ അത് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ NTA ഇന്നിപ്പോൾ പറയുന്നത് ടെലഗ്രാമിലൂടെ ചോദ്യപേപ്പർ കഴിഞ്ഞ ദിവസത്തെ സത്യവാങ്മൂലത്തിലാണ് ഈ സമയം പറയുന്നത് പ്രിന്റു പറഞ്ഞതുപോലെ. ഇന്ന് പക്ഷേ ടെലഗ്രാമിലൂടെ വ്യാപകമായി ചോർന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും അല്ല പ്രിന്റു പറയുന്നത് പോലെ അല്ല, അപ്പോഴും അല്ല പ്രിന്റു കേൾക്കൂ, ചോദ്യം മുഴുവൻ കേൾക്കൂ. അപ്പോഴും കോടതി അതിൽ പറയുന്നത് എന്താണ്? NTA പറയുന്ന 7:50 എന്ന സമയം, അതിനുശേഷം പരീക്ഷയ്ക്ക് ബാക്കി നിൽക്കുന്നു, അതായത് ഏകദേശം 2 മണിക്കൂർ മാത്രമാണ്, 2 മണിക്കൂറിനകത്ത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പോലും ആ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടവർക്ക് ഉത്തരം ലഭിക്കാനുള്ള സമയം
അത് യുക്തിപരമല്ല, അത് കോടതി വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ചോർന്നിട്ടുണ്ടെങ്കിൽ അത് തലേ ദിവസം എങ്കിലും ചോർന്നിട്ടുണ്ടാകും എന്നാണ് കോടതി പറയുന്നത്. അല്ലാതെ ഇന്ത്യയുടെ വാദം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കോടതി. അങ്ങനെയല്ല. അല്ല, അതിനകത്ത് അസിത, അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാനൊന്ന് തിരുത്തട്ടെ. ഇതിനകത്ത് കോടതി കൃത്യമായി ആ അസിത പറഞ്ഞ കാര്യത്തെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ കോടതി നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ നടന്ന ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് കോടതി ആ നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ചോർന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നടന്നിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട ഫേക്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് ആധികാരികമായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് അസാരി ബാഗിലും പാട്നയിലുമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച നടന്നിട്ടുള്ളത്. വേറെ ഒരു സ്ഥലത്ത് നടന്നിട്ടില്ല. 23 ലക്ഷത്തോളം വരുന്ന ഡാറ്റാസിനെ കൃത്യമായിട്ട് IIT കോടതിയുടെ നിരീക്ഷണത്തിൽ IIT പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധനയിൽ യാതൊരു സ്ഥലത്തും ഒരു ക്രമക്കേടും നടന്നിട്ടില്ല. നമുക്ക് ഈ പറയാം, റാങ്ക് കിട്ടിയിട്ടുള്ള ആളുകളുടെ അടക്കം ഡാറ്റാസ് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഏകദേശം 571 സിറ്റികളിലായിട്ട് 4750 സെന്ററുകളാണ്. ഇവിടെ റാങ്ക് കിട്ടിയിട്ടുള്ള റാങ്കുകളെ കൃത്യമായി പഠിക്കുന്ന സമയത്തും ഇവിടെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു വഴിവിട്ട രീതിയിൽ റാങ്കുകൾ പോലും ഒരു സെന്ററിന് പോലും അതിന് കൃത്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടുകയും അതോടൊപ്പം ഭാവി വിദ്യാർത്ഥികളുടെ ഭാവി പരീക്ഷ എഴുതിയിട്ട് 1 ലക്ഷത്തോളം ആളുകളുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള അവരുടെ ഭാവി സുരക്ഷിതമാക്കുക കോടതിയിൽ നിന്ന് നടന്നത് എന്നുള്ളതാണ് വാസ്തവം. അതിൽ 2 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും, അത് 2 വിഷയമായാണ് വന്നത്. അതിൽ ഒന്നാമത്തേത് ഈ സമയവുമായി ബന്ധപ്പെട്ടാണ്. അത് തലേ ദിവസം തന്നെ ടെലഗ്രാമിൽ വന്ന ചോദ്യപേപ്പർ അത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് NTA പറയുകയാണ്. പക്ഷേ ആ വിഷ്വലാണ്, അതായത് ചോദ്യപേപ്പർ ചോർച്ച സ്ഥാപിക്കാൻ ടെലഗ്രാമിൽ വീഡിയോ കഴിഞ്ഞ ദിവസം വന്നു എന്നുള്ള വാദമാണ് കോടതി തള്ളിയിരിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിൽ അന്ന് രാവിലെ മാത്രമാണ് ടെലഗ്രാമിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത്, ടെലഗ്രാമിലൂടെ വന്നത് എന്നുള്ള NTAയുടെ വാദത്തിൽ കോടതി പറയുന്നത് ആ 2 മണിക്കൂർ കൊണ്ട് മാത്രം ഇതിന്റെ ഉത്തരം ബന്ധപ്പെട്ടവരിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അതിന് മുൻപ് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് രണ്ടും 2 കാര്യമാണ്. പ്രിന്റു അതിനെ 2നെയും കൂടെ ക്ലബ്ബ് ചെയ്ത് പറയുമ്പോൾ കോടതി ആ വാദമേ തെള്ളി എന്നുള്ള കാര്യമാണ് വരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇനി വിശദീകരിക്കും. അങ്ങനെയല്ല. അസിത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. ഈ പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളിന്റെ നേതൃത്വത്തിലാണുള്ളത് ചോർത്തൽ നടന്നത്. ഇതിന്റെ ആ പ്രിൻസിപ്പളിന്റെ പേര് മുഹമ്മദ് ജമാലുദ്ദീൻ എന്നാണ്. ഈ മുഹമ്മദ് ജമാലുദ്ദീൻ എന്ന് പറയുന്ന പ്രിൻസിപ്പളിന്റെ നേതൃത്വത്തിൽ നടന്ന ചോർച്ച, ആ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കക്ഷികൾക്ക് ചോദ്യപേപ്പർ കിട്ടിയിട്ടുള്ളത് കൃത്യം ഒരു പരീക്ഷ നടക്കുന്നതിന്റെ 3/4 മണിക്കൂർ മുമ്പ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ കണ്ടെത്തലിനെയാണ് കോടതി ചോദ്യം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കണ്ടെത്തലാണ്, അല്ലാതെ ടെലിഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലിനെ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പരമോന്നത നീതിപീഠം ഇതിന്റെ എല്ലാ വശങ്ങളെയും കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ് ഇന്നത്തെ കൃത്യമായിട്ട് ഈ വിധിയെ തിങ്കളാഴ്ച വിധി പറയാൻ വെച്ചിട്ടുള്ളത്. അതിന്റെ മുന്നോടിയായിട്ടാണ് നമുക്കറിയാം, ഇപ്പോൾ സെന്ററുകളിൽ ഇപ്പോൾ പരീക്ഷ നടത്തിയുള്ള മുഴുവൻ സെന്ററുകളിലും മുഴുവൻ വിദ്യാർത്ഥികളുടെയും മാർക്ക് പരസ്യമായിട്ട് പബ്ലിഷ് ചെയ്യാൻ അദ്ദേഹം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. നമുക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു സെന്ററിനകത്ത് ഇതിന് നമുക്ക് പറയാം ഈ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിൽ അലിഗേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെന്ററിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നടന്നെങ്കിൽ ആ സെന്ററിനകത്ത് ഈ മാർക്ക് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് സുപ്രീം കോടതി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ NTA സംരക്ഷിക്കാനുള്ള യാതൊരുവിധ ശ്രമവും കോടതി നടത്തിയിട്ടില്ല. കോടതി വളരെ ഇതിനകത്ത് ക്ലാരിറ്റി വരുത്തി ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് പരിശോധിച്ചിട്ടാണ് ഈ വിഷയത്തിൽ വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് ഇന്ന് കോടതി നടപടികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞില്ല ഈ 131 ആളുകൾ, ഇപ്പോൾ ഞാൻ പറയും ഇന്ന് നമ്മുടെ പരമോന്നത നീതിപീഠത്തിന് മുമ്പിൽ വന്നിട്ടുള്ള 131 പേരാണ് ഈ നമ്മൾ റീനീറ്റിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. 736ഓളം പേര് അത് നടത്തരുതെന്ന് പറയുന്നു. ഈ 133 ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട സദുദ്ദേശത്തെക്കുറിച്ചും കോടതി ചോദിക്കുന്നുണ്ട്. അതിനകത്ത് ആരൊക്കെയാണ്, നിങ്ങൾ വന്ന മാർക്ക് എത്രയാണ്, നിങ്ങളുടെ റാങ്ക് എത്രയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം റീനീറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ ഇവിടെ സെറ്റ് ചെയ്യുന്നു. ആ പ്രൊപ്പഗാൻഡ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കഷ്ടപ്പെട്ട് രാവും പകലും അധ്വാനിച്ച് ഈ കഠിനമായ പ്രയത്നം ചെയ്ത് മുൻ റാങ്കിലെത്തിയിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ട് അതൊരു സുതാര്യത ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിനും NTAയും ശ്രമിക്കുന്നത്. ആ നടപടി ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ഇത് പരിശോധിക്കണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ സിറ്റിംഗിൽ കോടതി പറയുന്നത്. കേന്ദ്രം പരിശോധിപ്പിക്കുന്നത് ആരെ കൊണ്ടാണ്? IIT മദ്രാസ്. ഇവിടെ ഇപ്പോൾ പ്രിന്റു മഹാദേവ് IIT മദ്രാസിന്റെ കണ്ടെത്തൽ വളരെ
പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ IIT മദ്രാസ് എന്ന് പറയുന്നത് NTA മുൻ ഗവേണിംഗ് കൗൺസിൽ അംഗമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് ഈ നീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷിപ്പിക്കുമെന്ന് കരുതേണ്ടതുണ്ടോ? അങ്ങനെയാണോ ഇതിന്റെ ഒരു ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ തോന്നുന്നത്? അല്ല, അസിത, 2-3 പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, ഇപ്പൊ കോടതി പറഞ്ഞപ്പോ IIT മദ്രാസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചത് അവിടെ നിൽക്കട്ടെ, അത് നല്ല കാര്യം. അതെങ്കിലും അക്സെപ്റ്റ് ചെയ്യാന്ന് പറയാം. ഏറ്റവും ആദ്യം ഈ വിവാദം ഉയർന്നു വരുമ്പോ ഒരു കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് അറിയാമോ? ആ കമ്മിറ്റി, അന്വേഷണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ NTA അധ്യക്ഷനാണ്. അതായത് കായംകുളം കൊച്ചുണ്ണി കളവ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസുണ്ടാവും. ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി കൊച്ചുണ്ണിയെ അധ്യക്ഷനാക്കിക്കൊണ്ടൊരു കമ്മിറ്റി രൂപീകരിച്ച് അല്ലെങ്കിൽ ഇരിക്കും. അതേപോലെയാണ് NTA ആരോപണങ്ങൾ. ഇന്ന് കോടതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇപ്പോ പ്രിന്റുമൊക്കെ ഈ ചർച്ചയെ മുഴുവനായി ചോദ്യപേപ്പർ ലീക്കേജിലേക്ക് മാത്രം ഒതുക്കാൻ നോക്കുകയാണ്. ഇനി ചോദ്യപേപ്പർ ലീക്കേജ് മാത്രമാണ് പ്രശ്നമെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ചോദ്യപേപ്പർ ടെലഗ്രാമിൽ സർക്കുലേറ്റ് ചെയ്തു എന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ UGCയുടെ എക്സാമുകൾ നിങ്ങൾക്ക് ഇല്ലാതാക്കാം, നിങ്ങൾക്ക് റദ്ദ് ചെയ്യാം, പക്ഷെ നീറ്റ് പറ്റില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയാണെന്ന് അറിയാമോ? ഒന്നാമത്തെ പ്രശ്നം ഇവരുടെ അധിക മാർക്ക് നൽകലുമായി ബന്ധപ്പെട്ട് എന്ത് മാനദണ്ഡമാണ് ഈ ഏജൻസി പ്രഖ്യാപിച്ചിട്ടുള്ളത്? പ്രിന്റു പറയാമോ? നിങ്ങൾ കൂടുതലായി മാർക്ക് നൽകുന്നു, അതിന് നിങ്ങൾ എന്താണ് കാരണം പറഞ്ഞത്? NTA പറയുന്ന കാരണം വിദ്യാർത്ഥികൾ താമസിച്ചെത്തിയത്രേ. അങ്ങനെ താമസിച്ചെത്തിയ വിദ്യാർത്ഥികൾക്കെല്ലാം ഞങ്ങൾ സർപ്ലസ് മാർക്ക് കൊടുത്തു. അങ്ങനെ താമസിച്ചെത്തിയ എത്ര വിദ്യാർത്ഥികളാണ് ഈ 24 ലക്ഷം വിദ്യാർത്ഥികളിൽ ഉള്ളത് എന്ന കണക്ക് കേന്ദ്ര സർക്കാരിനോ NTA ഉണ്ടോ? താമസിച്ചെത്തിയ വിദ്യാർത്ഥികൾക്ക് ഇതാ ഇങ്ങനെ ഞങ്ങൾ സർപ്ലസ് മാർക്ക് കൊടുക്കുന്നുണ്ട്, ബോണസ് മാർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ സർപ്ലസ് മാർക്ക് കൊടുത്ത വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അസിത. ഇപ്പൊ നമ്മള് ഒരു ടെക്നിക്കൽ എക്സാം, അത് കമ്പ്യൂട്ടർ എക്സാം ആണെന്നിരിക്കട്ടെ, കമ്പ്യൂട്ടറിൽ അല്ല ഓൺലൈനിൽ നടക്കുന്ന എക്സാം, നമ്മളൊക്കെ അങ്ങനെ അത്തരം എക്സാമുകൾ എഴുതാറുണ്ടല്ലോ. അത്തരം എക്സാമുകൾ വൈകി പോയാൽ ചിലപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ ആവാം, കറണ്ട് പോയാൽ ചിലപ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവാം, നെറ്റ്വർക്ക് സ്ലോ ആയാൽ പ്രശ്നം ഉണ്ടാവാം. പക്ഷെ നീറ്റ് എക്സാം പെൻ ആൻഡ് പേപ്പർ എക്സാം ആണ്, പെൻ ആൻഡ് പേപ്പർ എക്സാം. ആ എക്സാമുമായി ബന്ധപ്പെട്ട് തലേ ദിവസം തന്നെ എക്സാം സെന്റർ പൂർണ്ണാർത്ഥത്തിൽ പ്രിപ്പയർഡ് ആയിരിക്കും. തലേ ദിവസം തന്നെ എക്സാമിന്റെ ഇൻവിജിലേറ്റർ ആ എക്സാം സെന്ററിൽ വന്ന് താമസിക്കേണ്ടതായിട്ടുണ്ട്. 1 മണിക്കൂർ മുമ്പ് തന്നെ ആ എക്സാം എഴുതേണ്ട വിദ്യാർത്ഥികളെ 4 ലെയർ ചെക്കപ്പിലൂടെ കടത്തിവിട്ട് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കും. അങ്ങനെ ഒരു എക്സാം എങ്ങനെയാണ് ലേറ്റ് ആവുന്നത് പ്രിന്റു മഹാദേവൻ? അങ്ങനെ ഒരു എക്സാം ലേറ്റ് ആയി എന്ന് ഏതെങ്കിലും വിദ്യാർത്ഥി പറഞ്ഞാൽ അതെങ്ങനെയാണ് NTA അക്സെപ്റ്റബിൾ ആവുന്നത്? അങ്ങനെ ഒരു എക്സാം ലേറ്റ് ആയി എന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയാൽ NTA ഒരു സർക്കുലറിലും പറയാത്ത, നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു മാനദണ്ഡങ്ങളിലും പറയാത്ത സർപ്ലസ് മാർക്ക്, ബോണസ് മാർക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? അത് കൊടുത്തപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് അറിയാമോ അസിത? ആദ്യം ഈ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ 17 പേരായിരുന്നു മുഴുവൻ മാർക്കുകാരുണ്ടായിരുന്നതെങ്കിൽ ഈ സർപ്ലസ് മാർക്ക് കൊടുക്കുന്നതോടുകൂടി അത് 67ലേക്ക് വർദ്ധിക്കുകയാണ്. 50 പേർക്ക് പുതുതായി മുഴുവൻ മാർക്ക് കിട്ടിയാണ്. പ്രിന്റു, എന്റെ വളരെ ചെറിയ സംശയം, കോടതി വ്യവഹാരമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ വളരെ പ്രധാനപ്പെട്ടതും ചേർന്നുമായ ഒരു സംശയം. നോക്കൂ, ഞാനടക്കം അല്ലെങ്കിൽ അസിത അടക്കം ഈ ചർച്ചയിലുള്ള SFIയുടെ പ്രതിനിധി അടക്കം നമ്മൾ ആരെങ്കിലും ഒക്കെ നീറ്റ് എക്സാം എഴുതിയാൽ ഏറ്റവും ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യുക ഡൽഹി IIM ആണ്. ഡൽഹിയിൽ ഉള്ളത് 50 സീറ്റുകളാണ്. നോക്കൂ, ഈ രാജ്യത്ത് ഒരേ മാർക്കുള്ളവർ, ഒരേ ക്വാളിറ്റി ഉള്ളവർ, ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവർ നിങ്ങളുടെ എക്സാം പ്രകാരം 67 പേരാണ്. നിങ്ങൾ തീരുമാനിക്കുകയാണ്. ഈ 67 പേരും പറയാണ് ഞങ്ങൾക്ക് IIM ഡൽഹി മതി, ഞങ്ങൾക്ക് വേറൊരിടത്തും പഠിക്കണ്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ മാർക്കല്ലേ, ഞങ്ങൾക്ക് സീറ്റ് വേണം, നിങ്ങൾ സീറ്റ് വർദ്ധിപ്പിക്കുമോ? അതുമായി ബന്ധപ്പെട്ട് എന്ത് മുന്നൊരുക്കമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്? അതായത് ഈ എക്സാമിൽ അടിമുടി അഴിമതി ഉണ്ട്. അത് ചോദ്യപേപ്പർ ലീക്കേജ് മാത്രമല്ല, അതിൽ ഒതുക്കി നിർത്താൻ നോക്കണ്ട. ഒന്ന്, ഇപ്പൊ കോടതി പറഞ്ഞതിന്റെ അകത്ത് പ്രിന്റ് പറയാണ് എന്തോ വലിയ സംഭവം ഉണ്ടായി എത്ര കോടതിയിൽ നിന്ന്. എന്താ ഉണ്ടായത്? കോടതി ഇന്നൊരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തത്. ഞാൻ ആ വിധി ഈ ചർച്ചയ്ക്ക് മുമ്പ് ഞാൻ ഈ കോടതി വ്യവഹാരം കേൾക്കുകയായിരുന്നു.
കോടതി ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതിന്റെ പവിത്രതയ്ക്ക്, അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എക്സാമുകളിൽ രണ്ടാമത്തെ എക്സാം, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉള്ള എക്സാമുകളിൽ രണ്ടാമത്തെ എക്സാം, ആ എക്സാമിന്റെ പവിത്രതയ്ക്ക് എന്തെങ്കിലും കളങ്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും, അത് അന്വേഷിക്കപ്പെടണം. അത് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെട്ടത്. രണ്ടാമതായി കോടതി കാണുന്ന ഒരു കാര്യമുണ്ട്. നോക്കൂ, വിവിധ സെന്ററുകൾ ബേസ് ചെയ്ത്, വിവിധ നഗരങ്ങൾ ബേസ് ചെയ്ത് നിങ്ങൾ മാർക്ക് വെളിയിൽ വിടൂ. അങ്ങനെ മാർക്ക് വെളിയിൽ വിടുമ്പോൾ അറിയാം ഏതെങ്കിലും സെന്ററിലുള്ള കുട്ടികൾക്ക് മാത്രമായി അധിക മാർക്ക് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ അധിക റാങ്ക് ഏതെങ്കിലും സെന്ററിൽ മാത്രം കിട്ടിയിട്ടുണ്ടോ. അവിടെയും ചോദ്യപേപ്പർ ലീക്കേജ് മാത്രമാണ് അഡ്രസ് ചെയ്യപ്പെടുക. നിങ്ങൾ കൊടുത്ത സർപ്ലസ് മാർക്ക് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അതടക്കമുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ വ്യവഹാരങ്ങളിലേക്ക് പോകും എന്നാണ് ഞാൻ പ്രത്യാക്ഷിക്കുന്നത്. ഞാൻ വരാം. പ്രിന്റു, നോക്കൂ, ഇപ്പോൾ വസന്ത് അതിൽ ഉന്നയിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ ഗ്രേസ് മാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനം ഈ വിഷയം കോടതി വരുമ്പോൾ മാത്രമാണ് ഇത്ര വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ട് എന്ന് NTA പറയുന്നത് തന്നെ. ഒരുപക്ഷെ ഇതേ മാനദണ്ഡത്തിൽ, ഇപ്പോൾ അതിന്റെ മാനദണ്ഡം എന്ത് എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഈ വർഷം NTA നൽകിയ അതേ മാനദണ്ഡത്തിൽ ഗ്രേസ് മാർക്ക് ലഭിക്കാൻ യോഗ്യതയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നുണ്ടാകാം. അപ്പോൾ അവരെന്താണ് ഈ പട്ടികയ്ക്ക് പുറത്താകുന്നത് പ്രിന്റു? അപ്പോൾ ഇതിനൊരു ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടാകണ്ടേ? ഇന്ന കാരണത്താൽ ഇത്തവണ ഞങ്ങൾ ഗ്രേസ് മാർക്ക് നൽകുന്നുണ്ട്, അതിന് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ അപേക്ഷിക്കാം. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. എന്ത് നോട്ടിഫിക്കേഷനാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്? ഇവിടെ എന്താണ് സംഭവിച്ചത്? NTA ചില പ്രത്യേക താല്പര്യാർത്ഥം ചില ആളുകൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നു. അതാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഇത്രയും പേർ മുന്നിലേക്ക് വരാൻ കാരണം പ്രിന്റു. അല്ല, ഇതിനകത്ത് NTA നമ്മുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൃത്യമായി കോടതി ഇടപെടലിലൂടെ നമുക്കറിയാം അത് പരിഹരിച്ചല്ലോ. ഇപ്പോൾ NTA എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റാത്ത ഒരു ഇരുമ്പുലയ്ക്ക പോലത്തെ ഏജൻസിയാണെന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. NTA ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു തെറ്റുപറ്റിയ സമയത്ത് സ്വാഭാവികമായിട്ട് പരമോന്നതമായിട്ടുള്ള നീതിപീഠം ഇടപെടുന്നു. അതിനകത്ത് ഗ്രേസ് മാർക്ക് റദ്ദാക്കുന്നു, സ്വാഭാവികമായിട്ട് പുനഃപരിശോധന നടത്തുന്നു. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വരുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുഴുവൻ ആളുകളെയും മുൻമുനയിൽ നിർത്തിക്കൊണ്ടുള്ള പരീക്ഷ മുഴുവൻ റദ്ദാക്കണമെന്ന് പറയുന്ന ആവശ്യമുണ്ടല്ലോ. ആ ആവശ്യമാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് എടുത്തിട്ട് പ്രിന്റിലേക്ക് വരാം. പറഞ്ഞോളൂ. പ്രിന്റിൽ ഒരു വളരെ ചെറിയ ചോദ്യമാണ്, 10 സെക്കൻഡേ ഉള്ളൂ. അതായത് നിങ്ങളുടെ NTA ഈ പറയുന്ന ബോണസ് മാർക്ക് കൊടുത്തല്ലോ, ഗ്രേസ് മാർക്ക് കൊടുത്തല്ലോ, അത് കൊടുക്കുന്നതിന് NTA പറഞ്ഞത് താമസിച്ചെത്തി എന്നാണ്. അത് NTA പറയുന്നത് കോടതിയിലാണ്. റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ പറയുന്നില്ല, അതിന് മുമ്പും പറഞ്ഞിട്ടില്ല. എന്റെ നിസാരമായ ചോദ്യം, താമസിച്ചെത്തിയ വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന് NTA എങ്ങനെ കണ്ടെത്തി? കവടെ നിർത്തിയോ അതോ മഷിനോട്ടമാണോ നടത്തിയത്, അതോ നിങ്ങൾ മറ്റെന്തെങ്കിലും വഴിയാണോ സ്വീകരിച്ചത്? ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ മറുപടി. അല്ല, ഇതിനകത്ത് നമുക്കറിയാലോ ഈ NTA എക്സാമുമായി ബന്ധപ്പെട്ട് ആർക്ക് എന്ത് തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ടോട്ടൽ ഇത്രത്തോളം ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരേപോലെ വന്ന സമയത്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രേസ് മാർക്ക് നൽകുന്ന സംവിധാനം ഉണ്ടാകുന്നത്. പക്ഷെ അത് ടെക്നിക്കലി അത് NTAക്ക് പറ്റിയിട്ട് തെറ്റാണെന്ന് NTA അംഗീകരിച്ചല്ലോ. അതിൻ്റെ ഡയറക്ടർ അടക്കം കേന്ദ്ര സർക്കാർ മാറ്റി. സ്വാഭാവികമായിട്ട് അത് കോടതി ഇടപെടലിലൂടെ അതിനകത്ത് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. NTA ചെയ്തിട്ടുള്ള ആ നടപടി തെറ്റായിരുന്നു. ആ തെറ്റായ നടപടിയെ നമ്മൾ ന്യായീകരിക്കണം നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഗ്രേസ് മാർക്ക് ഈ വസന്ത് പറഞ്ഞതുപോലെ ഒരേപോലെ 76ഓളം പേർക്ക് ഒരേ മാർക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ മാനദണ്ഡം തെറ്റായിരുന്നു തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിന്റെ NTA ഡയറക്ടർ കൃത്യമായിട്ട് മാറ്റിയല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പരീക്ഷ റദ്ദാക്കണമെന്ന് പറയുന്നതിന്റെ ഔചിത്യമാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സംശയം ഉന്നയിച്ച ഒരു വിഭാഗം കോടതിയിൽ പോകുമ്പോൾ മാത്രമാണ് ഈ വർഷം ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ട് എന്ന് NTA പറയുന്നത്. അതിന്റെ മാനദണ്ഡം NTA തന്നെ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങൾ പറയുന്നു. ഇതൊരു ഹർജിയായി, ഇതൊരു വാദമായി വന്നില്ലായിരുന്നുവെങ്കിൽ ഈ വിഷയം പൊതുജനങ്ങൾ അറിയുകയില്ല. അപ്പോൾ ഇങ്ങനെ സുതാര്യമല്ലാത്തൊരു സംവിധാനത്തിലൂടെ കുറെ വിദ്യാർത്ഥികൾ പ്രവേശനം നേടുകയാണ്. ഒരുപക്ഷെ മുൻ വർഷങ്ങളിൽ ഇത് ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് പ്രിന്റുവിന് ഈ ഘട്ടത്തിൽ ഉറപ്പുണ്ടോ? അല്ല, ഇതിനകത്ത് നമുക്കറിയാം ഇന്ന് കോടതി ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടി മുതൽ
അതിൻ്റെ ട്രാൻസ്പോർട്ട് മുതൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, 7 ലെയർ സെക്യൂരിറ്റിയിലാണ് ഈ പരീക്ഷ നടക്കുന്നത്. GPS സംവിധാനം അടക്കമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ കാരണ സഹിതം ഇന്ന് കോടതി പരിശോധിച്ചിട്ടുണ്ട്. കോടതി കൃത്യമായിട്ട് അസാരി ബാഗിലും പാട്നയിലും മാത്രമാണ് ഈ ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ടിട്ട് അലിഗേഷൻ നടന്നുള്ളത്. ഇപ്പൊ ഗോദ്ര, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗോദ്ര സംഭവം ഇതിനകത്ത് വരുന്നു. പക്ഷെ ഗോദ്ര സംഭവത്തിൽ നടന്നത് നമുക്കറിയാലോ, അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ നമ്മൾ ഈ അവിടുത്തെ സ്ഥലങ്ങൾ എണ്ണി പറയുമ്പോൾ ചിലപ്പോൾ ഹസാരിബാഗ്, ഗോദ്ര, ഇങ്ങനെ 1, 2 പട്ന, 3 സ്ഥലങ്ങളാണ് പ്രിന്റ് പറയുന്നത്. പ്രിന്റുകൾ അതിന് വളരെ നിസ്സാരമായി തോന്നുന്നുണ്ട്. പക്ഷേ ഒരു രാജ്യത്തെ പൊതുപരീക്ഷയുടെ സുതാര്യതയെ, അതിന്റെ വിശ്വാസ്യതയെ ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമായി ഇത് മാറുകയാണ് പ്രിന്റു. ഇനി ചോദിക്കട്ടെ, ഇപ്പോൾ പ്രിന്റു തന്നെ പറയുന്നു വളരെ സുതാര്യമായി ഇത് വെബ്സൈറ്റിൽ എതിർ കക്ഷികൾ ഇതിനകത്ത് പ്രിന്റു, ഇതിപ്പോൾ നാളെ കഴിഞ്ഞ് ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണല്ലോ. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇപ്പോൾ ഒരു സെന്ററിൽ പരീക്ഷ എഴുതിയ 50 വിദ്യാർത്ഥികൾ എന്ന് വെറുതെ അങ്ങ് ഊഹിക്കുക. 50 വിദ്യാർത്ഥികൾ ഒരു സെന്ററിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതിൽ 40 പേർക്കും ഒരേ മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മറ്റന്നാൾ ഈ റിസൾട്ട് സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നു. ആ 40 പേരിൽ ചോദ്യപേപ്പർ മുൻകൂട്ടി കിട്ടി ഫുൾ മാർക്ക് കിട്ടിയവർ ഇത്ര പേരാണ്, പഠിച്ച് പരീക്ഷ എഴുതിയവർ ഇത്ര പേരാണ് എന്നെങ്ങനെ വേർതിരിക്കും? അല്ല അസിത, ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരും CBIയും ഈ ഡാറ്റ അനാലിസിസ് നടത്തിയിട്ടുള്ള നമ്മളെ മദ്രാസ് IIT ഒക്കെ കൃത്യമായിട്ട് അത് കണ്ടെത്തിയിട്ട് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തല്ലോ. ആ അഫിഡവിറ്റിന്റെ പുറത്താണ് കോടതി കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ പ്രിന്റ് പറയുന്നത് പോലെ ഒന്നുമില്ല എന്നാണെങ്കിൽ കോടതിക്ക് ബോധ്യമായിട്ടില്ലല്ലോ. അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല അസിത അങ്ങനെ ഫേക്ക് ശേഷം മാത്രമേ ഇതിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ്. അതായത് അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് അല്ല ക്രമക്കേട് നടന്നിട്ടുണ്ട്. അസാരി ബാഗിലും പാട്നയിലും ഗോദ്രയിലും ക്രമക്കേട് നടന്നിട്ടുണ്ട്. അത് ക്രമക്കേട് നടന്നില്ല എന്ന് NTA എവിടെയും പറയുന്നില്ലല്ലോ, കേന്ദ്ര സർക്കാർ എവിടെയും പറയുന്നില്ലല്ലോ. ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഈ ക്രമക്കേട് നടത്തിയ ആളുകളെ എങ്ങനെയാണ്? മറ്റൊരു വിഷയമാണ് ഗോദ്ര. ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ലീക്കേജ് അല്ല, ഗോദ്ര മറ്റൊരു വിഷയമാണ്. ഹസാരിബാഗും പാട്നയും മാത്രം എടുക്കാം. ആ 2 ഇടത്ത് മാത്രമേ ക്രമക്കേട് നടന്നിട്ടുള്ളൂ എന്നുള്ളത് വാദത്തിന് വേണ്ടി ഞാനും അംഗീകരിക്കാം. ഈ 2 ഇടത്തെയും പരീക്ഷാഫലം മറ്റന്നാൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരേ കേന്ദ്രത്തിൽ നിന്നുള്ള 50 വിദ്യാർത്ഥികളിൽ 40 പേർക്ക് ഫുൾ മാർക്ക് ലഭിച്ചു എന്നിരിക്കട്ടെ. ആ 40 പേരിൽ മുൻകൂട്ടി ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയവരെയും പഠിച്ചു പരീക്ഷ എഴുതി ഫുൾ മാർക്ക് വാങ്ങിയവരെയും എങ്ങനെ കണ്ടെത്തും? അതാണ് എന്റെ ന്യായമായ ചോദ്യം. പറയൂ അസിത. അതിനാണല്ലോ അസിത ഇതിനകത്ത് ആരാണ് ഈ സ്കാമിനകത്ത് പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി CBI അന്വേഷണം നടക്കുന്നത്. അതിൽ ആർക്കൊക്കെയാണ് ചോർത്തി കൊടുത്തത്, ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ചോർത്തി കൊടുത്തിട്ടുള്ളത്, ആരാണ് ഇതിൽ നിന്ന്, അതിനാണല്ലോ CBI അന്വേഷണം നടത്തുന്നത്. ഇത് ഡാറ്റ അനാലിസിസ് അല്ലല്ലോ. ആരാണ് ഇതിന് സൂത്രധാരന്മാർ, ആ സൂത്രധാരന്മാർ ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ചോർത്തി കൊടുത്തിട്ടുള്ളത്, ആ വിദ്യാർത്ഥികളെയാണ് ബാൻ ചെയ്യുന്നത്, ആ വിദ്യാർത്ഥികളെയാണ് ശിക്ഷിക്കുന്നത്. ആ വിദ്യാർത്ഥികൾ ചെയ്ത തെറ്റിന്റെ പേരിൽ ബാക്കിയുള്ള ആ സെന്ററിനകത്ത് ഒരു കുട്ടി പഠിച്ച് പരീക്ഷ എഴുതിയ കുട്ടിയെ നമ്മൾ പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനാണ് അന്വേഷണം നടക്കുന്നത്. CBI ചെയ്യണമായിരുന്നു. ആ പരീക്ഷാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളുമായി അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിന്റു. ആ ലിസ്റ്റിനെ കുറിച്ചാണോ പ്രിന്റു പറയുന്നത്? ഇതിൽ ക്രമക്കേട് നടന്നിട്ടുള്ളത് കണ്ടെത്തി റദ്ദ് ചെയ്യുന്ന സഞ്ജീവ് PS നോക്കൂ, അത് ഏറ്റവും ഗുരുതരമായ അംഗീകരിച്ചിട്ടില്ല. ആ ലിസ്റ്റ് പ്രകാരം പ്രവേശന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് ഇനി കണ്ടെത്തി അവരെ പുറത്തു നിർത്തുമെന്ന് പറയുന്നത്. എങ്ങനെ പ്രായോഗികമാകും? ഞാൻ വരാം പ്രിന്റു, വരാം സഞ്ജീവ്. തീർച്ചയായും കണ്ടെത്തി കഴിഞ്ഞല്ലോ. ഇതിനകത്ത് യഥാർത്ഥ പ്രതികളെ മുഴുവൻ ഞാൻ വരാം പ്രിന്റു. ആരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് സത്യം. ഞാൻ വരാം. സഞ്ജീവിന്റെ അഭിപ്രായം എടുക്കട്ടെ ആ വിഷയത്തിൽ. പറയൂ സഞ്ജീവ്. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് കേട്ടു, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തെറ്റുപറ്റാത്ത ഏജൻസി അല്ല. സാർ, ഇങ്ങനെയൊന്നും ഇനി എവിടെയും പോയി പറഞ്ഞേക്കരുത്. തെറ്റുപറ്റാൻ പാടില്ലാത്ത ഏജൻസിയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അങ്ങനെ തെറ്റുപറ്റാൻ പാടില്ല. നിങ്ങളൊരു നടത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട പരീക്ഷ പൂർണ്ണമായും കുംഭകോണത്തിന് വിധേയപ്പെട്ടു. രാജ്യത്തെ 23 ലക്ഷം വിദ്യാർത്ഥികളെയും അതിന്റെ ആ പരീക്ഷയുടെ ഫലം ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കേവലം 3-4 സിറ്റികളുടെ പേര് പറഞ്ഞ്, നഗരങ്ങളുടെ പേര് പറഞ്ഞ്, നിങ്ങളത് കേന്ദ്രങ്ങളുടെ പേര് പറഞ്ഞ് അത് ഒതുക്കരുത്. മറ്റൊരു കാര്യം കൂടി NTAയുടെ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങളുടെ
2 ഉത്തരം ഒരു ക്വസ്റ്റ്യന് ഇവർ മാർക്ക് ചെയ്യുകയാണ് NTA. അതിന്റെ ഭാഗമായി ഈ 2 ഉത്തരത്തിൽ ഉത്തരം എഴുതിയ ആളുകൾക്കും 13,000 പരാതിയുടെ മേൽ മാർക്ക് കൊടുക്കാം എന്ന തീരുമാനം കൂടി നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് വന്നു. ഈ 13,000 കുട്ടികൾ ആരാണ്? ഈ 13,000 കുട്ടികളുമായി ബന്ധപ്പെട്ട അത്തരം ഒരു പരാതി ഇതുവരെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആ പരാതി എവിടുന്ന് വന്നു? അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? ഇങ്ങനെ ഇതിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ എന്തിനേറെ പറയുന്നു, ഈ പരീക്ഷയുടെ റിസൾട്ട് തീരുമാനിച്ച തീയതിയിൽ നിന്ന് 10 ദിവസം മുന്നോടിയായിട്ടാണ് ഈ റിസൾട്ട് വന്നിട്ടുള്ളത്. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന അതേ ദിവസം. അപ്പോ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുപ്രധാനമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ടാണ് ഇത് നടന്നിട്ടുള്ളത്. അല്ല എങ്കിൽ ഇങ്ങനെ ധൃതിപ്പെട്ടിട്ട് ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ, ഈ റിസൾട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അത് മാത്രമല്ല, ഇവർ ഈ പറഞ്ഞ വിചിത്രമായ വാദങ്ങളുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ട്, അതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കുറച്ചുപേരെ പുറത്താക്കിയിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഒറ്റപ്പെട്ട സംഭവമല്ല, NTA പരീക്ഷ മാത്രമല്ലല്ലോ, രാജ്യത്ത് നെറ്റ് പരീക്ഷ, അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യപ്പെട്ടില്ലേ? നീറ്റ് UG PG പരീക്ഷ റദ്ദ് ചെയ്തില്ലേ? ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ മുഴുവൻ മേഖലകളിലും പൂർണ്ണമായും ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് വരുന്ന കാര്യമാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കാര്യമാണ്. കോടാനുകോടി രൂപ സർക്കാർ പിരിച്ചിട്ടുണ്ട്. നെറ്റ് പരീക്ഷയുടെ ഭാഗമായിട്ട് മാത്രം 450 കോടി രൂപ പിരിച്ചിട്ടുണ്ട്. ആ പണം അവിടെ. അപ്പൊ നോക്കുമ്പോ ഇത് മുഴുവൻ കുംഭകോണാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോ ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്ത സുപ്രീം കോടതിയുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു. ഇന്നിപ്പോ ഉണ്ടായ വിഷയം എന്താ? ഇന്ന് സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വണ്ണത്തിലാണ് സോളിസിറ്റർ ജനറൽ അതിന് മറുപടി പലതും നൽകിയിട്ടുള്ളത്. ഇവർ പറയുന്നത് പോലെ ഒരു ഏകപക്ഷീയപരമായിട്ടുള്ള ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് ഈ കാര്യങ്ങൾ പോയതെങ്കിൽ എങ്ങനെയാണ് ഇത്ര ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരൊറ്റ ഫ്രെയിംവർക്കിൽ നടക്കുന്ന ഒരു പരീക്ഷ, ആ പരീക്ഷയുടെ കുറച്ചു കുട്ടികൾക്ക് ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സുതാര്യത പൂർണ്ണമായി നഷ്ടപ്പെട്ടില്ലേ? പിന്നെ അതിനെന്താണ് റെലവൻസ്? അദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 1,04,000 പെടാത്ത നല്ല പോലെ കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികൾ താഴെ ഉണ്ടാവില്ലേ? ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ താഴെ ഉണ്ടാവില്ലേ? ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയ വിദ്യാർത്ഥികൾ ഈ 1,04,000 റാങ്കിൽ വന്നവരിൽ ഉണ്ടാവില്ലേ? അവർ പിന്നെ പരാതിക്ക് പോവോ? ആ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ആരും മറുപടി കൊടുക്കും? അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് സഞ്ജീവ്. അത് അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ടവരെ കണ്ടെത്തി അവരെ പുറത്തു നിർത്തുമെന്നാണ്. പക്ഷെ അതിൽ പ്രായോഗിക പ്രശ്നമാണ് അഡ്മിഷൻ നടക്കില്ലേ? അതെ, ഈ 1,04,000 അഡ്മിഷൻ ഈ ജൂലൈ മാസത്തോടു കൂടി ആരംഭിക്കുകയാണ്. കൗൺസിലിംഗ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജൂലൈ മാസം ആദ്യമായിരുന്നു അത് തീരുമാനിച്ചത്. ഇപ്പൊ അത് അവസാനത്തോടു കൂടി തീരുമാനിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി, കത്തയച്ചു തുടങ്ങി, കൗൺസിലിംഗിന് ക്ഷണിച്ചു തുടങ്ങി. ഇനി ആരെയാണ് നിങ്ങൾ പുറത്താക്കാൻ വേണ്ടി പോകുന്നത്? അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടിയോ? ഇതൊക്കെ വേറെ ആരോടെങ്കിലും പറയണം. യഥാർത്ഥത്തിലെ വിഷയം എന്താ? ഈ നീറ്റ് നെറ്റ് പരീക്ഷകൾ മുഴുവനും ഇന്ന് രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം പൂർണ്ണമായും ഇവർ വിറ്റുതൊലച്ചിരിക്കുകയാണ്. അത് മറ്റാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന് സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള വിവരദോഷികളായിട്ടുള്ള ആളുകളെയാണ് ഇതിന്റെ ചെയർമാനായിട്ടൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. UGCയുടെ ചെയർമാൻ ഒരു RSSകാരനാ, ജഗദേഷ് കുമാർ. അദ്ദേഹത്തിന്റെ യോഗ്യത എന്താ? JNU സർവകലാശാലയിൽ SFIയുടെ പ്രവർത്തകർ ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുന്ന ABVP പ്രവർത്തകരെ സംരക്ഷിച്ചു എന്നതുള്ളോ? അപ്പോ യഥാർത്ഥത്തിലെ വിഷയം ഇതൊക്കെയാണ്. രാജ്യത്തിന്റെ സർക്കാർ അവർ ഉത്തരവാദിത്തരാണ്. ധർമ്മേന്ദ്ര പ്രധാനെ ഈ നിമിഷം വരെയും ചോദ്യം ചെയ്യാൻ, ധർമ്മേന്ദ്ര പ്രധാനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാൻ ഈ രാജ്യത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഈ നിമിഷം വരെയും തയ്യാറായിട്ടില്ല. ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ? ലക്ഷാനുലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ വിഷയത്തെ കുറിച്ച് ഇവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? കുറച്ചു വിദ്യാർത്ഥികൾ, 4 സിറ്റി എല്ലാ പ്രിയപ്പെട്ട പ്രിന്റു മഹാദേവ് ആ പരീക്ഷ എഴുതിയ 23 ലക്ഷം വിദ്യാർത്ഥികളുടെയും ഭാവിയാണ് നിങ്ങൾ തൊലച്ചു കളഞ്ഞത്. നിങ്ങൾ ഉത്തരം പറയണം. 23 ലക്ഷം വിദ്യാർത്ഥികളുടെയും ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ എന്നിട്ട് ഇവിടെ ന്യായീകരിക്കുകയാണ് തെറ്റുപറ്റാത്ത ഏജൻസിയല്ല NTA എന്ന്. UPSCക്കും തെറ്റുപറ്റാത്ത ഏജൻസിയാണ് നിങ്ങൾ പറയോ? ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്ന UPSC, SSC ഇതുപോലത്തെ ഏജൻസിയാണെന്ന് നിങ്ങൾ എന്നാൽ അതും കൂടി പറ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ അത് സ്റ്റേറ്റ് ചെയ്യുന്നത്. രാജ്യത്തെ മുഴുവൻ ഏജൻസികളും തെറ്റുപറ്റാത്തവരല്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾക്ക്? രാജ്യത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അങ്ങ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഈ ചർച്ച കേൾക്കുന്ന മുഴുവൻ ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും മനസ്സിലാക്കില്ലേ? നിങ്ങൾക്കുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട്
ഈ BJP ഉൾപ്പെടെ അവരുടെ നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് നടന്നതെന്നുള്ള നിങ്ങളുടെ കുറ്റസമ്മതമല്ലേ ഇവിടെ നടന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പരീക്ഷ റദ്ദാക്കി റീനീറ്റാണ് ഇവിടെ നടത്തേണ്ടത്. അതിന്റെ നിലപാട് എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, റീനീറ്റിലേക്ക് കാര്യങ്ങൾ പോയാൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടി വരും. ഈ 1,04,000-ൽ പെടുന്ന വിദ്യാർത്ഥികൾ പലരും ചില കുംഭകോണങ്ങളുടെ മാഫിയയുടെ ഭാഗമായി ഇതിലൊക്കെ കിട്ടിയതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ ആവർത്തിച്ചിട്ടുണ്ടോ എന്ന ഭയം നിങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും വഴി നടക്കും. നീറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കും. എന്തൊക്കെയാണ് ഈ മേഖലയിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം വരുമ്പോൾ പല തലകളും കാണില്ല. നിങ്ങളിപ്പോ ചില സെലക്റ്റീവായ നെയിമുകളാണ് ഇവിടെ പറയുന്ന പേരുകൾ. ആ പേരുകൾ വളരെ സെലക്റ്റീവാണ്. ആ പേരുകൾ നിങ്ങൾ വളരെ നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ഒരു തെറ്റായ പ്രവണതയുടെ ഭാഗമായി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആത്മാർത്ഥതയുടെ കണിക മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കേണ്ടത് ഈ 23 ലക്ഷം വിദ്യാർത്ഥികൾക്കും നീതിയാണ് ലഭിക്കണമെന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ റീനീറ്റാണ് ആവശ്യം. നിങ്ങൾ ഒരിക്കലും ആ നിലപാടിലേക്ക് എത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന്റെ കാവ്യവൽക്കരണത്തിന്റെ തുടർച്ച എന്നോണം രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന RSS റിക്രൂട്ട്മെന്റ്, അതിന്റെ ഭാഗമായി ഈ സംവിധാനങ്ങളെ പൊളിച്ചെഴുതുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ. അതിന്റെ പിന്നിൽ നടക്കുന്ന കോടാനുകോടി രൂപയുടെ ചെലവാക്കലുകളും അതിന്റെ കുംഭകോണങ്ങളുമാണ്. ഇത് തിരിച്ചറിയാൻ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള വലിയ ഹൈടെക് ബുദ്ധിയൊന്നും വേണ്ട. ഇവരുടെ വാദങ്ങൾ തന്നെ കേട്ടാൽ മതിയാകും. ഇവരുടെ വാദങ്ങൾ എങ്ങനെ നിലനിൽക്കുവോ ഈ ദൃശ്യ ലോകത്ത്, ഒരു നിമിഷത്തിൽ ഈ നിമിഷം ലോകത്ത് എന്തും നടക്കുന്നതിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ടെലഗ്രാം പോലത്തെ ഒരു ആപ്ലിക്കേഷനിൽ കോടാനുകോടി ആളുകൾ അവർക്ക് അക്കൗണ്ടുള്ള ടെലഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായാൽ അത് ഈ പറഞ്ഞ 4 സിറ്റിയിൽ മാത്രമാണോ? അതിന് ടെലഗ്രാം മാത്രം മതിയോ? ഇതിപ്പോ പുറത്തു വന്ന ടെലഗ്രാം എന്ന് മാത്രമുള്ള ഒറ്റവാദമല്ലേ? എത്ര ആപ്പുകളുണ്ട്, എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും അന്വേഷണ വിധേയമാകാതെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഇവിടെ കൗൺസിലിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നയം അടിയന്തരമായി തിരുത്തണം. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട കോടതി ഇതുമായി ബന്ധപ്പെട്ട് ആ തരത്തിലുള്ള തീരുമാനങ്ങൾ തന്നെ എടുക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. CBI 2 തൽസ്ഥിതി റിപ്പോർട്ടുകളാണ് ഇപ്പൊ നൽകിയിട്ടുള്ളത്. തൽസ്ഥിതി റിപ്പോർട്ടുകൾ കൃത്യമായി കോടതി അത് പുറത്തുവിട്ടിട്ടില്ല. അത് കൃത്യമായി പരിശോധിച്ച് കഴിയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും. അനേകായിരം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിച്ച ഈ വിഷയത്തിന് മോൾ ആ നിലയിലുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാവേണ്ടത്. അതോടൊപ്പം ഈ ഇത്തരത്തിലുള്ള ഏജൻസികളെ കൃത്യമായി ഭരണഘടന സ്ഥാപനങ്ങളായി തന്നെ നിയന്ത്രിക്കാനും അനുസൃതമായിട്ടുള്ള ഇടപെടലുകളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അത് UPSC ആവട്ടെ, SSC ആവട്ടെ, UGC ആവട്ടെ, NTA ആവട്ടെ, എല്ലാ ഏജൻസികളും ആ തരത്തിലുണ്ടാവണം. ഇപ്പൊ നേരത്തെ പലരും പറയുന്ന കേട്ടു സ്വതന്ത്ര ഏജൻസികൾ. രാജ്യത്ത് ഏതാണ് സ്വതന്ത്ര ഏജൻസി ഈ കാര്യം അന്വേഷിക്കാൻ? സ്വതന്ത്ര ഏജൻസികൾ ഉണ്ടോ? സംഘപരിവാർ താല്പര്യങ്ങളില്ലാത്ത ഒരാളെങ്കിലും ഈ കേന്ദ്രങ്ങളിൽ ഉണ്ടോ? ഇവർക്ക് ഇംഗിതം പാടുന്നവരെ മാത്രമല്ലേ ഈ ഏജൻസികളുടെ തലപ്പത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്? ഇവർക്ക് വേട്ടയാടാനുള്ള വിവിധ സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഏജൻസികളായി രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളും മാറിയില്ലേ? തീർച്ചയായും സഞ്ജീവ്. അപ്പോൾ അങ്ങനെ ഒരു സ്വതന്ത്ര ഏജൻസിയിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് രാജ്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വസന്ത്, ഇന്ന് കോടതി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഈ നീറ്റ് ചോദ്യപേപ്പർ കൊണ്ടുപോകാനായി ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സ്വകാര്യ ഏജൻസിയാണ്. എങ്ങനെയാണ് ഇങ്ങനെ രാജ്യത്തെ ഒരു പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പർ സ്വകാര്യ ഏജൻസികൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ കൊറിയർ ഏജൻസി റിക്ഷ വണ്ടികളിലാണ് ഈ ചോദ്യപേപ്പർ കൊണ്ടുപോയത് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഇന്ന് ഹർജിക്കാർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, എത്രമാത്രം ഗുരുതരമായ രീതിയിലാണ് ഈ വീഴ്ച ഉണ്ടാകുന്നത്, എത്രമാത്രം അലക്ഷ്യമായാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന ഇടത്തിൽ അല്ലെങ്കിൽ ആ നിലയിലായിരുന്നു ഇങ്ങനെയെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താകുമായിരുന്നു വസന്ത്? അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിന് മുമ്പ്, കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പല്ല, യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA പൊളിറ്റിക്കൽ സയൻസ്, കംപ്ലീറ്റ് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയ പ്രധാനമന്ത്രിയുള്ള നാടാണല്ലോ. അപ്പൊ അതിലിവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ അതിൻ്റെ അകത്ത് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഇതാണ് ഈ നാട്, കലികാലം തന്നെ എന്നല്ലാതെ എന്നാ പറയാം. ഇപ്പൊ നോക്കൂ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞതിനോട് ചേർത്ത് വെക്കാനുള്ള രണ്ടാമത്തെ ഇഷ്യൂ, അത് SFIയുടെ പ്രതിനിധി പറയുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ 24-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ എക്സാം റിസൾട്ട് വളരെ തിടുക്കത്തിൽ 14-ാം തീയതി പ്രഖ്യാപിക്കുകയാണ്. എന്തുകൊണ്ടാണ് 14-ാം തീയതിയുടെ പ്രത്യേകത? ആ ദിവസം രാജ്യം മുഴുവൻ
ഈ രാജ്യത്തെ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ എല്ലാവരും ഇലക്ഷൻ റിസൾട്ടിന്റെ ഹാങ് ഓവർ നിൽക്കുകയാണ്. ആ സമയത്തിൽ നീറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്തിന് പ്രത്യേകതയുണ്ട്. അത് ഏതാണ്ട് 10 മണിക്കും 12 മണിക്കും ഒക്കെ ഇടയ്ക്കാണ്. ആ സമയത്ത് രാജ്യത്തിന്റെ ട്രെൻഡ് മാറി വരുന്നു എന്ന് റിസൾട്ടുകളിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സർക്കാർ മാറ്റം ഉണ്ടാകുമെന്ന് തോന്നിച്ചുകൊണ്ടിരുന്ന സമയമാണ്. ഞാൻ വസുതയ്ക്ക് ആ സമയത്ത് ചർച്ചയിൽ ഉണ്ടായിരുന്നവരാണ്. നമുക്കറിയാമല്ലോ, ആ ടൈമിൽ UP-യിൽ അടക്കം വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണി പ്രതിപക്ഷ സഖ്യം നടത്തി വരുന്നു. അപ്പൊ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന കൊടുങ്കാറ്റ് അടിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ക്ലൈമറ്റ് അവിടെ ഉണ്ടായി നിൽക്കുമ്പോൾ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഒരു മുന്നൊരുക്കവും ഇല്ലാതെ, ഒരു മുൻകൂട്ടി പ്രഖ്യാപനവും ഇല്ലാതെ, ഒരു നോട്ടിഫിക്കേഷനും ഇല്ലാതെ എന്ത് ചെയ്യുന്നു? ഇവർ ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. ഞാൻ വളരെ പ്രിസൈസ് ആണ്, ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. ഇവർ നടത്തിയ തട്ടിപ്പുകൾ, ഈ രാജ്യത്ത് ഒരു ഭരണമാറ്റം ഉണ്ടായാൽ സ്വാഭാവികമായും അതിനുശേഷം ഈ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടാൻ പറ്റില്ല എന്നും അത് കണ്ടെത്തുമെന്നും അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ പലരെ പണി തെറിക്കുമെന്ന് കണ്ടതുകൊണ്ട് ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് കണ്ട സമയത്ത് തിടുക്കത്തിൽ വലിയ റിസൾട്ട് പ്രഖ്യാപിച്ചു. ഭരണമാറ്റം ഉണ്ടായില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. പ്രിന്റ് ചിലപ്പോൾ ഇത് ഇനി അത് പറഞ്ഞ് ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകും, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ആ സമയം ഭരണമാറ്റം ഉണ്ടാകുമെന്ന് രാജ്യം പ്രതീക്ഷിച്ച ഒരു സമയമാണ്. അത്തരത്തിലൊരു ട്രെൻഡ് ഉണ്ടായ സമയമാണ്. ആ സമയത്ത് വളരെ തിടുക്കത്തിൽ ഇവർ ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. എന്താണ് അതിന്റെ പിന്നിലെ കാര്യം? അതിന്റെ പിന്നിലെ കാര്യം വസ്തുത ഇന്ന് കോടതി പറയുന്നുണ്ട്. ഇത് പ്രഖ്യാപിച്ചു പോയില്ലേ, 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ലൈഫല്ലേ, 1.25 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ ഇത് പ്രഖ്യാപിച്ചു പോയത് കൊണ്ട് നമുക്ക് ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഇത് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. ആ ഒരു സ്കോപ്പ് കിട്ടാൻ വേണ്ടി തിടുക്കത്തിൽ 24-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് നോട്ടിഫിക്കേഷൻ ഇറക്കി ഗസറ്റിലിട്ട് പ്രഖ്യാപിച്ച ഒരു റിസൾട്ട് 10 ദിവസം മുമ്പ് ആരോടും മിണ്ടാതെ, കമാതൊരക്ഷരം പറയാതെ, ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ പോയിട്ട് ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ പോലും ഇടാതെ NDA പ്രഖ്യാപിച്ചതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട്. NDA ഉദ്യോഗസ്ഥരെ പിടിച്ചു കൊടഞ്ഞ് നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ, CBI അവരെ പ്രതി ചേർത്താൽ ഇതിന്റെ അകത്ത് വലിയ കുംഭകോണം NDAയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇവര് പറയുന്നത് എന്താണ്? പ്രിന്റ് പറയുന്നത് എന്താണ്? NDA അധ്യക്ഷനെ ഞങ്ങൾ പിരിച്ചുവിട്ടു. ഈ പിരിച്ചുവിട്ടപ്പെട്ട NDA അധ്യക്ഷന്റെ യോഗ്യത എന്താണ്? പ്രിന്റു, അദ്ദേഹം ഇതിനു മുമ്പ് ഏതെങ്കിലും എക്സാം നടത്തിയിട്ടുണ്ടോ? SSLC എക്സാം, LKG എക്സാം നടത്തി പരിചയമുണ്ടോ അദ്ദേഹത്തിന്? അദ്ദേഹത്തിന് ഏത് വിഷയത്തിലാണ് PG ഉള്ളത്? PG ഉണ്ടോ? അതായത് വളരെ കൃത്യമായി RSSന്റെ NDA നേതാക്കളുടെ ബന്ധുക്കൾക്ക് NDAയിൽ ഇവർ അക്കോമഡേഷൻ കൊടുത്തു. ഇപ്പൊ പ്രിന്റ് മറ്റൊരു വലിയൊരു കാര്യം പറഞ്ഞു, ഞാനത് കേട്ട് ചിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ നമ്മുടെ ഈ ചോദ്യപേപ്പറിൽ എന്തുണ്ട്? GPS, ചോദ്യപേപ്പറിൽ GPS ഉണ്ട്. അതായത് ഇവര് പണ്ട് നോട്ടിൽ ചിപ്പ് ഉണ്ട്, ഇത് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ നമുക്ക് ചോദ്യപേപ്പർ അല്ല, എന്തിലാണ് ഉണ്ടെന്ന് പറഞ്ഞത്? ചോദ്യപേപ്പറിലല്ല സുഹൃത്തെ, ചോദ്യപേപ്പർ കൊണ്ടുപോകുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട GPS. അതെ, അതായത് പട്ടേലെ സൈക്കിൾ രക്ഷകളിലൊക്കെ GPS ഉണ്ട്. സൈക്കിൾ രക്ഷയിലാണല്ലോ ചോദ്യപേപ്പർ കൊണ്ടുപോയത്. വസന്ത്, സംവിധാനം അങ്ങനെയല്ല ഇത്. അസിത, ഇതിനകത്ത് അസിത ഒന്ന് കാര്യങ്ങൾ പഠിച്ചു പറയൂ. അസിത, അസിത, നിങ്ങൾ ഇതിനകത്ത് GPS ഇത് കോടതിയിൽ പറഞ്ഞതാണ്. അസിത, നിങ്ങൾ അങ്ങനെ പറയല്ലേ? കോടതിയിൽ പറഞ്ഞതാണ്. GPS സംവിധാനങ്ങൾ അടക്കമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് പോയത്. കോടതിയിൽ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. ഇത് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ആണ്. അല്ല, ഈ സൈക്കിൾ റിക്ഷകൾക്കൊന്നും GPS ഇല്ല എന്ന് ആരാ പറഞ്ഞത്? അസിത, നിങ്ങൾ അങ്ങനെ റിക്ഷക്കാരെ കളിയാക്കല്ലേ? ഇത് GPS സംവിധാനമുള്ള അല്ല, നിങ്ങൾ ഇങ്ങനെ റിക്ഷക്കാരെ കളിയാക്കിയാലും അങ്ങനെ പറയല്ലേ? റിക്ഷകൾക്ക് GPS ഉള്ള കാലഘട്ടമാണ് അസിത. പുതിയ ഞാൻ മനസ്സിലായി. നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ചുള്ള ധാരണ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. ഈ റിക്ഷ തള്ളുന്ന പോക്കറ്റിൽ ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് ഫോൺ എടുത്തിട്ടാൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ GPS വർക്കാവും. ഇത് ഈ പണ്ട് നോട്ടിൽ ചിപ്പ് ഉണ്ട്, അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. പ്രിന്റു, ഇതിലും നല്ല ക്യാപ്സ്യൂള് ചോദ്യപേപ്പറിലെ ചോർന്നുള്ളൂ, ഉത്തരം ചോർന്നില്ല എന്ന് പറയുന്നതായിരിക്കും. മികച്ച ക്യാപ്സ്യൂൾ ആയിരിക്കും. അപ്പൊ ഇത്തരം ക്യാപ്സ്യൂളുകളുമായി വരുന്നതിന് മുമ്പ് മിനിമം കോടതി ഇന്ന് എന്താണ് പറഞ്ഞതെന്നെങ്കിലും പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. കോടതി ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് വസന്തിനോട് എനിക്ക് പറയല, കോടതിയിൽ പഠിക്കണം. അത് നിങ്ങൾ കോടതിയിൽ പഠിക്കണം. നിങ്ങളൊരു ചർച്ചയ്ക്ക് വരുമ്പോ നിങ്ങളൊരു വക്കീൽ, അഭിഭാഷകനാണല്ലോ.
നിങ്ങൾ ഇന്ന് കോടതിയിൽ നടന്ന വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരക്ഷരം മിണ്ടിയില്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ ഓടിച്ചു പോകലല്ലോ. ഇന്ന് കോടതിയിൽ നടന്ന വ്യവഹാരങ്ങൾ പഠിക്കും. SFIയുടെ പ്രതിനിധി ഞാൻ പറഞ്ഞത് പിന്നെ ഞാനൊന്ന് മറുപടി പറയാം. അദ്ദേഹം പറയുന്നത് പയർ എത്ര ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് 22 കാരറ്റ് സ്വർണത്തിന്റെ കഥയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ SFIയുടെ പ്രതിനിധിക്ക് ഞാൻ മറുപടി പറയുന്നില്ല. വസന്ത് ഒരു അഭിഭാഷകനായതുകൊണ്ട് വസന്ത് അതിന് കൃത്യമായിട്ട് അത് പറയണമായിരുന്നു. വസന്ത് ഇപ്പോഴും നമ്മൾ ഗ്രേസ് മാർക്കിൽ നിൽക്കുന്നത്. നമ്മൾ 2 ആഴ്ച മുമ്പത്തെ ചർച്ചയിൽ വസന്ത് പറഞ്ഞത് ഗ്രേസ് മാർക്കാ. ഇന്നത്തെ കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച എന്താ, നിയമ വഴിയിൽ നീറ്റാകുമോ എന്നാണ്. ഇന്നത്തെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. ഗ്രേസ് മാർക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളതിന്റെ തെളിവ് നീറ്റിന്റെ പുനഃപരീക്ഷാ ഫലത്തിൽ തന്നെ വന്നു കഴിഞ്ഞു. 1500 പേർ പരീക്ഷ എഴുതിയതിൽ എത്ര പേർക്ക് ആ പുനഃപരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച 1500 പേരിൽ എത്ര പേർക്ക് മുഴുവൻ മാർക്ക് കിട്ടി? പ്രിന്റു, ഇവരൊക്കെ ആദ്യത്തെ ഘട്ടത്തിൽ മുഴുവൻ മാർക്ക് കിട്ടിയവരാണ്. എന്തുകൊണ്ട് 2ാം ഘട്ടത്തിൽ അത് കിട്ടിയില്ല? അപ്പോൾ വസന്ത് ഉന്നയിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അതിലെ. ഗ്രേസ് മാർക്ക് ഇല്ലല്ലോ. അല്ല, അതിനകത്ത് സ്വാഭാവികമായിട്ട് അസിത അറിയാലോ, ഗ്രേസ് മാർക്ക് നൽകിയത് കൊണ്ടാണ് അവർക്ക് ഫുൾ മാർക്ക് കിട്ടിയത്. ഗ്രാസ് മാർക്ക് സ്വാഭാവികമായിട്ട് ഒഴിവാക്കിയ സമയത്ത് അവർക്ക് അത് കിട്ടിയില്ല. അതെന്താണ് അതിന്റെ ലോജിക് ഉണ്ടോ? ആ ഗ്രേസ് മാർക്ക് കൊടുത്തതിന്റെ മാനദണ്ഡം എന്താണെന്നുള്ളതല്ലേ വസന്ത് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകി വന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഗ്രേസ് മാർക്ക് കൊടുത്ത മാനദണ്ഡം തെറ്റായിരുന്നു. ഗ്രേസ് മാർക്ക് കൊടുത്തത് ഗ്രേസ് മാർക്ക് വസന്ത് പറഞ്ഞു വന്ന പോയിന്റ് പൂർത്തിയാക്കും. വസന്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സമയത്ത് മറുപടി പറയൂ. അദ്ദേഹം കോടതിയിലെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം എന്നോട് അങ്ങനെ അഭിഭാഷകൻ ഇത് പഠിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പറയാം, എന്താണ് നിങ്ങളുടെ സോളിസിറ്റർ ജനറൽ ഇന്ന് വാദം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ഹർജികളെല്ലാം എടുത്ത് പള്ളയിൽ കളയണം എന്ന്, അതിന്റെ പോളിഷ്ഡ് ലാംഗ്വേജിൽ. ഈ ഹർജികളൊന്നും നിലനിൽക്കുന്നതേ അല്ല, അതുകൊണ്ട് വാദം പോലും കേൾക്കാൻ നിൽക്കരുത്, എടുത്ത് പള്ളയിൽ എടുത്ത് ഡസ്റ്റ്ബിന്നിൽ തള്ളണം എന്നാണ് പറഞ്ഞത്. കോടതി പറഞ്ഞു അതവിടെ നിൽക്കട്ടെ, ഞങ്ങളിത് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റേറ്റ്മെന്റ് കോടതി നടത്തി. പവിത്രതയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കണികയെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പുനഃപരിശോധന നടത്തിയേ മതിയാകൂ എന്ന് കോടതി പറഞ്ഞു. അതെന്താ പ്രിന്റു കാണാത്തത്? രണ്ടാമതായി കോടതി ഇതിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടിൽ എനിക്കെതിരെ അഭിപ്രായമുള്ളത്, കോടതി പറയുന്നത് നോക്കൂ, 100 വിദ്യാർത്ഥികളെ ബാധിച്ചാൽ ഈ എക്സാം തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വളരെ കൃത്യമായി പറയുന്നുണ്ട്, അന്നുണ്ടായിരുന്ന 78 കോടി ജനതയിൽ ഒരാളെങ്കിലും ബാധിക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ ഒരു നിയമം പോയാൽ അത് എന്ത് ചെയ്യണം, അമെൻഡ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യത്തിരിക്കുമ്പോഴാണ് കോടതി പറയുന്നത് 100 വിദ്യാർത്ഥികളെ ബാധിച്ചുള്ളൂ, 200 പേരല്ലേ ബാധിച്ചുള്ളൂ എന്ന് പറയുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് പറയുന്നതിന്റെ എനിക്കൊരു സംശയമില്ല. ശരി, പ്രിന്റു മഹാദേവ, കഴിഞ്ഞ തവണ ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ഈ അവസാന മിനിറ്റിൽ പരീക്ഷാ സെന്റർ മാറ്റിയ കുറെ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഹർജിക്കാർക്ക് വലിയ ആക്ഷേപമുണ്ട്. ഇത്തരത്തിലുള്ള ചില ക്രമക്കേടുകൾ നടന്ന സെന്ററുകളിലേക്ക് ചില വിദ്യാർത്ഥികൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവസാന മിനിറ്റിൽ പരീക്ഷാ സെന്ററുകൾ മാറ്റിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ NTA ചോദിക്കുമ്പോൾ NTAക്ക് അതിനെപ്പറ്റി ഒരു ധാരണയുമില്ല എന്നുള്ളതാണ് അതിലെ വസ്തുത. എന്തുകൊണ്ടാണ് NTA പോലൊരു ഏജൻസിക്ക് ആ വിവരങ്ങൾ ക്രോഡീകരിക്കാൻ സാധിക്കാത്തത്? അല്ല, അതിനകത്ത് സാങ്കേതികമായിട്ട് സ്വാഭാവികമായിട്ട് ഈ കോടതി ജഡ്ജി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്ന ചോദ്യത്തിന് ഉടനെ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞുള്ളൂ. അല്ലാതെ അത് ഡാറ്റ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് തിങ്കളാഴ്ച ഓട്ടോമാറ്റിക്കായിട്ട് കോടതി വീണ്ടും വരുന്നുണ്ടല്ലോ, ആ സമയത്ത് അത് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സ്പോട്ട് ഇപ്പൊ 11:30 മുതൽ 4 മണി വരെ നടക്കുന്ന കോടതിയിലേക്ക് വരുമ്പോൾ ആ വിവരങ്ങൾ ക്രോഡീകരിക്കാനായിട്ടില്ല എന്നാണ് NTA പറയുന്നത്. ആ സൈറ്റുമായി ബന്ധപ്പെട്ടത് ലഭ്യമല്ല എന്ന് പറയുന്നു. അല്ല, അത് ക്രോഡീകരിച്ച് കൊടുക്കാം. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് കോടതി ചോദിച്ച മുഴുവൻ കാര്യങ്ങളും കൊടുക്കാൻ ബാധ്യസ്ഥയായിട്ടുള്ള NTAയും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാരും അത് കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി തിങ്കളാഴ്ച ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കേസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ കൃത്യമായിട്ട് കോടതി, കാരണം കോടതി എല്ലാ എവിഡൻസും കൃത്യമായി പരിശോധിച്ചിട്ടാണ്, സൂക്ഷ്മതയോട് കൂടിയിട്ടാണ്. കാരണം കേന്ദ്ര സർക്കാർ മാത്രം പറയുന്നത് കേട്ടിട്ടും NTA മാത്രം പറയുന്നത് കേട്ടിട്ട് അപ്പടി അത് ഒരു ജഡ്ജ്മെന്റ് ആക്കുന്ന സംവിധാനം ഒന്നുമല്ലല്ലോ ഇന്ത്യൻ സുപ്രീം കോടതി കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളെയും കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് അത് ചോദ്യമായിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ചോദ്യപേപ്പർ അച്ചടിക്കുന്നത് മുതൽ അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതടക്കമുള്ള കാര്യങ്ങളെ വളരെ ശാസ്ത്രീയമായിട്ട് അത് 11:30 മുതൽ 4 മണി വരെയുള്ള സമയത്ത് ഓരോന്നിനെയും കൃത്യമായിട്ട് കോടതി ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതി മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് കോടതിക്ക് കൃത്യമായിട്ട് ബോധ്യം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. അതായത് ഹസാരിബാഗിലും പാട്നയിലും മാത്രമാണ് ചോദ്യോത്തരങ്ങൾ ചോർന്നിട്ടുള്ളത്. അത് NTA സംബന്ധിച്ച കാര്യമാണ്, കേന്ദ്ര സർക്കാർ സംബന്ധിച്ച കാര്യമാണ്. ഞങ്ങളാരും ചോദ്യം ചോർന്നു. ഇപ്പം നേരത്തെ SFIയുടെ പ്രതിനിധി പറഞ്ഞിട്ടുണ്ട്,
ഞാൻ ഒരു ആളുടെ വ്യക്തിയുടെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞ വ്യക്തിയുടെ പേര് അവിടുത്തെ പ്രിൻസിപ്പളിന്റെ പേരാണ്. ആ വ്യക്തിയുടെ പേര് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് എനിക്കത് എക്സ് ഓർ വൈ എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ഇങ്ങനെയുള്ള ബാലിശമായ കാര്യങ്ങളിലേക്കാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയൊരു പരീക്ഷ. സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്കൂ, ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനകത്ത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട്. അവർക്കാരും ഉത്തര പേപ്പർ കിട്ടിയിട്ട് ചോദ്യപേപ്പർ ചോർത്തിയിട്ട് ഒന്നല്ലോ അവർ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അവരുടെ ഭാവി എന്താകും? ഇനി ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ റാങ്കിലേക്ക് അവർക്ക് വരാൻ സാധിക്കും. അപ്പൊ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആശങ്കയുള്ള അങ്ങനെ അല്ലാത്തവരെയും എങ്ങനെ വേർതിരിക്കും? അപ്പോൾ പ്രിന്റു പറയുന്നു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അന്വേഷണം നടത്തി എന്നെങ്കിലും ഒരു നാൾ കണ്ടെത്തുമായിരിക്കാം. ശരി, കണ്ടെത്തട്ടെ. പക്ഷേ ഈ വന്നിട്ടുള്ള മെറിറ്റ് ആണോ അതോ ചോദ്യപേപ്പർ അങ്ങനെയല്ലോ എന്നെങ്കിലും ഒരിക്കലല്ലോ ഇപ്പൊ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പറയരുത്. ബന്ധപ്പെട്ട അഡ്മിഷൻ പ്രക്രിയ തുടങ്ങിയിട്ടുണ്ടല്ലോ പ്രിന്റു. അതെങ്ങനെ ശരിയാകും? നിങ്ങൾ കണ്ടെത്തിയതിന് ശേഷം ആ ലിസ്റ്റുമായി മുന്നോട്ട് പോകൂ. അതിൽ അല്പമെങ്കിലും അതിൽ ആദ്യത്തെ പട്ടികയിൽ വന്നിരിക്കുന്ന 1 ലക്ഷം വിദ്യാർത്ഥികൾക്കല്ലേ ഇപ്പോൾ അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. അതിൽ എത്ര പേരുണ്ട് ലീക്കായി ചോദ്യപേപ്പർ കിട്ടിയവർ? എത്ര പേരുണ്ട് മെറിറ്റിൽ കിട്ടിയവർ? ആ ചോദ്യമാണ്. അതിനകത്ത് ഈ 1 ലക്ഷം പേരിൽ ഈ 1 ലക്ഷം പേരിനകത്ത് യഥാർത്ഥ കുറ്റവാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് ഈ അസാരി ബാഗിനെയും അതുകൊണ്ടല്ല ഈ പാട്നയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം കൃത്യമായി നടക്കുന്നത്. ബാക്കി ഒരു സ്ഥലത്തും ഇന്ന് കൃത്യമായി ഡാറ്റ ഒരു തരത്തിലുള്ള അലിഗേഷൻ നടന്നിട്ടില്ല എന്ന് കോടതിക്ക്. നാഷണൽ ബ്രേക്കിംഗ് ആണ്. അങ്ങനെ ഒരാളെ പോലും കണ്ടെത്തിയതായി നമ്മൾ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയ ഒരു വിദ്യാർത്ഥിയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ കണ്ടെത്തിയെന്ന് സുപ്രീം കോടതിയിൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ NTAയോ കേന്ദ്ര സർക്കാരോ. ഞാൻ പറഞ്ഞ CBI ചോദിച്ചല്ലോ. ഈ CBI കണ്ടെത്തിയ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ മുമ്പ് CBI കണ്ടെത്തിയ മുഴുവൻ കാര്യങ്ങളും പുറത്തു വിടണമെന്ന് പറഞ്ഞല്ലോ. കോടതി പറഞ്ഞ കാര്യം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ഇതിപ്പോ വിടേണ്ട സമയമല്ല. ഇത് കാരണം എന്താണ്? കാര്യക്ഷമമായി അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം ബാധിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ടാണ് ഏത് വിദ്യാർത്ഥികളാണെന്ന് കോടതിന് മുമ്പിൽ പറയുന്നത്. CBI കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കോടതി കണ്ടെത്തിയ നിരീക്ഷണമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് ബ്രേക്കിംഗ് ന്യൂസുമല്ല. അസിത ഒന്ന് വേണമെങ്കിൽ ആ കോടതിയിൽ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഇത് കോടതിക്കകത്ത് CBIയുടെ കാര്യവുമായി ബന്ധപ്പെട്ട അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഹർജിക്കാർ പറഞ്ഞത്. അന്വേഷണത്തിന്റെ ഘട്ടത്തിലായതുകൊണ്ട് അത് പബ്ലിഷ് ചെയ്യില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഈ കേസിൽ ഇതിന്റെ ഗുണഭോക്താക്കളെ ഒരാളെ പോലും കണ്ടെത്തിയിട്ടുണ്ട് എന്നൊരു വാദം NTAയോ കേന്ദ്ര സർക്കാരോ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. പ്രിന്റു മഹാദേവ്, അങ്ങനെ കണ്ടെത്താത്ത പട്ടികയുമായാണ് നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ പ്രക്രിയയുമായി മുന്നോട്ട് പോകുന്നത്. ഒരു സംശയം പറഞ്ഞോളൂ സഞ്ജീവ്. CBI 2 അൺസീൽഡ് തൽസ്ഥിതി റിപ്പോർട്ടുകൾ കോടതിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന്റെ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അതിന്റെ വിവരങ്ങൾ ഇന്നതാണ്. ഈ കുട്ടികൾക്കെതിരെ ഇന്ന കുട്ടികളാണ് ഇതിന്റെ പ്രയോക്താക്കൾ എന്നാണ് പ്രിന്റു മഹാദേവ് പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഈ കാര്യം അറിഞ്ഞത്? അദ്ദേഹം എങ്ങനെയാണ് ഈ കാര്യം അറിഞ്ഞത്? അങ്ങനെ അറിഞ്ഞു? സുഹൃത്തെ CBI കേന്ദ്ര സർക്കാർ എന്തിനാണ് നിങ്ങൾ ഇതിലേക്ക് എന്റെ SFIയുടെ പ്രതിനിധി സുഹൃത്തെ ഞാൻ ചോദിക്കട്ടെ, CBIയുടെ ദൗത്യം എന്തായിരുന്നു? ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെ കണ്ടെത്താനാണല്ലോ, പ്രതികളെ കണ്ടെത്താനല്ലോ CBI. അപ്പൊ CBI നടത്തുന്ന അന്വേഷണത്തിലല്ലേ ഇത് ഉണ്ടാവുള്ളൂ സാർ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഈ ഇന്നതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്നാണ് എന്റെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ അത് ലോജിക്കല്ലേ? സുപ്രീം കോടതി CBIയുടെ അന്വേഷണം എന്തിനാ? ഈ ചോദ്യപേപ്പർ ചോർത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരമാണല്ലോ. അതാണല്ലോ, അതിനല്ല CBI സാർ. CBI ആയിക്കോട്ടെ. കേസുമായി ബന്ധപ്പെട്ട് CBI ചോദ്യം ചെയ്തവർ, CBI കസ്റ്റഡിയിലെടുത്തവർ, അറസ്റ്റ് ചെയ്തവർ, ഇവരുടെ ഒക്കെ വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അങ്ങനെ അല്ലാത്തത് ഈ ചോദ്യപേപ്പർ ആർക്കൊക്കെ കിട്ടി എന്നുള്ള കാര്യമാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ പോലും കസ്റ്റഡിയിലെടുത്തതോ അറസ്റ്റ് ചെയ്തതുമായുള്ള വിവരങ്ങളില്ല. പക്ഷെ പ്രിന്റു പറയുന്നു CBI കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ അതുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ CBI സീൽഡ് കവറാണ്. സീൽഡ് കവറിൽ CBI കോടതിയിൽ നൽകിയ വിവരം എങ്ങനെ? ഞാൻ ചോദിക്കട്ടെ
അല്ല അസിത ഇത്ര ചോദ്യം. ഈ അസാരി ബാഗിലെ പ്രിൻസിപ്പൾ അദ്ദേഹമാണല്ലോ ഇത് ചോർത്തി കൊടുത്തത്. ഈ ചോർത്തി കൊടുത്ത പ്രിൻസിപ്പൾ ആർക്കാണ് ചോർത്തി കൊടുത്തതെന്ന് കൃത്യമായിട്ട് ഈ അസാരി ബാഗിലെ പ്രിൻസിപ്പളിന് അറിയാമല്ലോ. ഈ പ്രിൻസിപ്പളിന് അറിയാം, ഈ ചോർത്തി കൊടുത്ത ആളുകളെ ഈ പ്രിൻസിപ്പളിനെ ചോദ്യം ചെയ്ത CBIക്കും അറിയാമല്ലോ. അപ്പൊ സ്വാഭാവികമായി ലോജിക്ക് വെച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇതടക്കമുള്ള റിപ്പോർട്ടാണ് ഇന്ന് സുപ്രീം കോടതി മുമ്പിൽ വന്നിട്ടുള്ളത്. ഇതിൽ ആരാണ് പ്രതികൾ? ആ മുഴുവൻ പ്രതികളെയും സംശയം വേണ്ട. അതിന്റെ പേരിൽ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഭാവി വിദ്യാർത്ഥികളോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത SFIയുടെ പ്രതിനിധിക്ക് എന്തും പറയാം. 24 ലക്ഷം അധ്യാപകൻ പറഞ്ഞിട്ടുള്ള പേരുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഈ അഡ്മിഷൻ പ്രക്രിയയുടെ ഇന്റർവ്യൂവിന്റെ കാർഡ് അയച്ചിട്ടുണ്ടോ? ND അയച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ലല്ലോ സാർ, ഉണ്ടാവില്ലല്ലോ മാഡം. ഇങ്ങനെ അലിഗേഷനിൽ നിൽക്കുന്ന ആളുകളെ സ്വാഭാവികമായിട്ട് അന്വേഷണം അതിനുകൂടി മറുപടി പറയണമല്ലോ. അത് എന്നാണ് തുടങ്ങിയത്? ഹസാരിബാഗിലെ പ്രധാന അധ്യാപകൻ ഈ വിദ്യാർത്ഥികളുടെ പേര് എന്നാണ് പറഞ്ഞത്? ഇതൊക്കെ സംശയമായി സ്വാഭാവികമായി മുന്നിൽ വരില്ലേ? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് അസിത മുഴുവൻ യഥാർത്ഥ പ്രതികളിലേക്കും CBI അന്വേഷണം എത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കോടതിക്ക് ബോധ്യമായത് കൊണ്ടല്ല കോടതി അതിനകത്ത് നിരീക്ഷണം നടത്തി. ഞാനും നിങ്ങളും ഇങ്ങനെ ചാനൽ ചർച്ച നടത്തി നിരീക്ഷണമൊന്നുമല്ലല്ലോ. കോടതി പോയിന്റ് ആയിട്ട് ഇത് കൃത്യമായി നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഇനി പബ്ലിക്കിന് പൊതുസമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ നിങ്ങൾ എവിടെയാണോ സെന്ററുകളിൽ, ആ സെന്ററുകളിൽ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മാർക്ക് നിങ്ങൾ പ്രസിദ്ധീകരിക്കണം. എന്തിനാ കോടതി അത് പറഞ്ഞത്? അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതിനെ സുതാര്യത ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ അടുത്ത ഘട്ടം എന്ത്? തിങ്കളാഴ്ച വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് വിധി വരും. അപ്പൊ അന്തിമ വിധി പറയേണ്ടത് കോടതിയാണ്. കോടതി പറയുകയാണ് ഇനി ഇതിനകത്ത് അലിഗേഷൻ നടന്നിട്ടുണ്ട്, വ്യാപകമായിട്ട് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് റീനീതി നടത്തും. അല്ലാതെ സഞ്ജീവ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിന്റു പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളെ CBI കണ്ടെത്തിയിട്ടുണ്ട്. അവരെ പുറത്തു നിർത്തിയാണ് പ്രവേശന നടപടികൾ ഇപ്പോൾ നീറ്റിൽ നടക്കുന്നത്. എന്നോടാണോ? പറഞ്ഞോളൂ സഞ്ജീവ്. ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ ഒഴിവാക്കിക്കൊണ്ടാണ്, ഇപ്പോ ഈ ചോദ്യപേപ്പർ ലീക്ക് ചെയ്തവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോ ഈ പറഞ്ഞ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ സംശയം വീണ്ടും അധികരിക്കുകയാണ്, കൂടുകയാണ്. ഈ മാർക്ക് കൂടുതലായി കൊടുത്തിട്ടുള്ള, ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിലെ ന്യായീകരണം എന്താണ്? ഈ പറഞ്ഞതുപോലെ 13,000 കുട്ടികൾ പരാതി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അവർ ഈ പറഞ്ഞ 1 ലക്ഷം റാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ എടുത്ത നടപടി? അതിനു പുറമെ ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ ഈ ഗ്രേസ് മാർക്കിന് പുറമെ ഇതുവരെ ഈ സർവകാല റെക്കോർഡിനപ്പുറത്തേക്ക് കൂടുതലായിട്ട് ഒരേ റാങ്ക്, 1ാം റാങ്ക് 67 പേർക്ക് കിട്ടുന്ന തരത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതിന്റെ അവർക്ക് ഈ 67 പേർ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ റാങ്കുകാരുടെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ അവർക്ക് ഈ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രേസ് മാർക്ക് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ റാങ്കുകളിൽ അവരെത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയും ആശങ്ക നിലനിൽക്കുകയാണ്. അപ്പൊ എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങളുടെ വാദങ്ങളെല്ലാം നിങ്ങൾ തന്നെ പൊളിക്കുന്ന തരത്തിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തന്നെ പ്രസ്താവനകൾ പുറത്തുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ കള്ളങ്ങൾ ആവർത്തിക്കരുത്. നിങ്ങൾ ഇപ്പോഴും പറയുന്നത് CBIയുടെ റിപ്പോർട്ട് പ്രകാരം CBI അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ആ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അതിന്മേലാണ് ഇപ്പൊ ഞങ്ങൾ ഈ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നിങ്ങൾ പറയുന്നത്? ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ എന്തോ കാര്യമായിട്ടുള്ള വലിയ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കള്ളങ്ങൾ മറച്ചു വെക്കാനുണ്ട്. യഥാർത്ഥമായിട്ടുള്ള സത്യം പുറത്തു വരണമെങ്കിൽ സുപ്രീം കോടതി ഇതിന്റെ രാഷ്ട്രീയപരമായ കാരണങ്ങളിലേക്ക് കൂടി കണ്ണോടിക്കുമ്പോൾ മാത്രമേ ഇത് യഥാർത്ഥ വസ്തുത വരൂ. 23 ലക്ഷം വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഏറ്റവും അവസാനം പ്രിന്റു മഹാദേവ് പറഞ്ഞത് സുപ്രീം കോടതി പറയുകയാണെങ്കിൽ ഞങ്ങൾ നടത്താമെന്നാണ്. ഏത് റീനീറ്റ് സുപ്രീം കോടതി പറയുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഈ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CBI കൊടുത്ത റിപ്പോർട്ട് ഇദ്ദേഹത്തിന്റെ കൈവശം എത്തിയതുപോലെയാണ് ഇദ്ദേഹം വളരെ സമഗ്രമായി കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിലെല്ലാം സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്നും ഇത് കേവലപരമായി ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലേക്ക് മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ആകെ തുകയായിട്ടുള്ള ഇതിൽ നടന്നിരിക്കുന്ന കുറ്റകരമായിട്ടുള്ള അനാസ്ഥയെ മറച്ചു വെക്കാനുള്ള ശ്രമം മാത്രമാണ്. ഇവിടെ
ശാശ്വതമായ പരിഹാരം എന്നുള്ളത് ഇത്തരം സംവിധാനങ്ങളെ കൃത്യപരമായി ഈ കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ നൽകി ജനാധിപത്യപരമായി എല്ലാവിധത്തിലും വസ്തുതാപരമായിട്ടും സുതാര്യമായും സംഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നടത്തേണ്ടത്. റീനിറ്റ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ആവശ്യമായി ഉന്നയിക്കാനുള്ളത്. ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവനകളെല്ലാം ജനം തള്ളിക്കളയുന്നതാണ്. നമുക്ക് ഇപ്പോൾ തന്നെ ഈ ചർച്ചയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് തന്നെ തിരുത്തി പോകുന്ന ഈ ചർച്ചയിലുടനീളം തന്നെ അത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ഈ പ്രിന്റു മഹാദേവ് ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ളത്. ഇതാണ് പറയാനുള്ളത്. ശരി. എന്തായാലും തിങ്കളാഴ്ച ഈ വിഷയം വീണ്ടും സുപ്രീം കോടതിയിൽ വരുമ്പോൾ രാജ്യം കാത്തിരിക്കുന്ന വിധി എന്താണ് എന്നുള്ളത് അറിയാം. വളരെ നന്ദി സഞ്ജു PS, വസന്ത് സിറിയക്ക്, പ്രിന്റു മഹാദേവ്, ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.